2 ദിനവൃത്താന്തം 6-ാം അധ്യായം 19 20 വാക്യങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. 2 ദിനവൃത്താന്തം 6-ാം അധ്യായം 19 20 വാക്യങ്ങൾ പ്രകാരം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കണ്ണടച്ച് പ്രാർത്ഥിക്ക്. എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ നിലവിളി കേൾക്കണമേ. അവിടുത്തെ ദാസന്റെ പ്രാർത്ഥനയും അപേക്ഷയും സ്വീകരിക്കണമേ. കണ്ണു തുറന്ന് ഈ ആലയത്തെ രാപകൽ കടാക്ഷിക്കണമേ. ഹല്ലേലൂയാ. എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ നിലവിളി കേൾക്കണമേ. അവിടുത്തെ ദാസന്റെ പ്രാർത്ഥനയും അപേക്ഷയും സ്വീകരിക്കണമേ. കണ്ണു തുറന്ന് ഈ ആലയത്തെ രാപകൽ കടാക്ഷിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവായ യേശുവേ, ആബാ പിതാവേ, പരിശുദ്ധാത്മാവേ, ആബാ പിതാവേ, പരിശുദ്ധാത്മാവേ, കർത്താവായ യേശുവേ, ഈ ആലയത്തെ രാപകൽ കടാക്ഷിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആബാ പിതാവേ, പുത്രനായ യേശുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയാ. ആബാ പിതാവേ, പുത്രനായ യേശുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ ദേശത്തെ പുത്രനായ യേശുവിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സമാധാനത്തിൻ്റെ ദൈവമേ, ഉടൻ തന്നെ പിശാചിനെ കാൽക്കീഴിലാക്കി തകർത്ത് കളയണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവിടുന്ന് നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവായ യേശുവേ, കുരിശിൽ ചിന്തിയ തിരുരക്തത്താൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആബാ പിതാവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആബാ പിതാവേ, പുത്രനായ യേശുവിൻ്റെ തിരുരക്തക്കടലിൽ ഞങ്ങളെ മുക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ആലയത്തിൻ്റെ മേൽ രാപകൽ അങ്ങയുടെ കടാക്ഷമുണ്ടാവണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ ദിനങ്ങളിൽ ജനത്തിൻ്റെ കാവലാളായ വിശുദ്ധ മീഖായേൽ എഴുന്നേൽക്കുമെന്ന് പ്രവചിച്ചതുപോലെ ദൈവജനത്തിൻ്റെ കാവലാളായ വിശുദ്ധ മീഖായേലിനെ ആലയത്തിലേക്ക് അയക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തിയോടെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ ദേശത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആബാ പിതാവേ, യേശുവിൻ്റെ തിരുരക്തത്താൽ ഈ ദേശത്തെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ശക്തിയോടെ സ്തുതിക്കട്ടെ. അതിനെ തുറന്ന് എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവ് നിറയണമേ. ആബാ പിതാവേ, ആത്മാവിനെ അയക്കണമേ. ദേശത്തിന്റെ മേൽ, ആലയത്തിന്റെ മേൽ, എല്ലാ മക്കളുടെ മേലും ആത്മാവ് വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ, ഈശോയേ.
ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ, ഈശോയേ, ഈശോയേ. കരങ്ങളടിച്ച് ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, 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 ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ദൈവമേ, ദേശത്തെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ ആലയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നു ചേർന്ന മക്കളെ, വന്നുകൊണ്ടിരിക്കുന്നവരെ, ഒരുക്കപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളെയും ഉപകരണങ്ങളെയും ഉപയോഗ വസ്തുക്കളെയും സമർപ്പിക്കുന്നു. ഈ രാത്രിയിലെ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ദേശത്തിന്റെ 4 ദിക്കുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും, കർത്താവേ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നന്ദി, 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 നന്ദി. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാം കർത്താവ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ തുറന്ന് ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈ ആലയത്തെയും എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരുന്നെല്ലാരും സന്തോഷത്തോടെ ഹല്ലേലൂയ. നമ്മള് വേഗത്തിൽ ഇന്ന് വചന ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിന്റെ ആത്മാവ് കുറെ നാളുകളായിട്ട് എന്റെ മനസ്സിൽ തന്ന ശക്തമായ ഒരു ബോധ്യമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് ആരുടെയും വിശ്വാസം വർദ്ധിക്കണം എന്നില്ല എന്ന ചിന്ത ശ്രദ്ധിക്കുക. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത വരികയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് ആരുടെയും വിശ്വാസം വർദ്ധിക്കണമെന്നില്ല, വളരണമെന്നില്ല. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു. അപ്പൊ ഞാന് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും കർത്താവിന്റെ ആത്മാവ് ഹൃദയത്തിൽ തരുന്ന പ്രേരണ, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ ജനത്തിന്റെ വിശ്വാസം വളരണമെന്നില്ല. ഇപ്പോൾ എന്റെ മനസ്സിൽ ഒരു ആശയ സംഘടന നടക്കുകയാണ്. എന്റെ മനസ്സിൽ ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്: അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ സത്യത്തിൽ വിശ്വാസം വളരുകയല്ലേ ചെയ്യേണ്ടത്? പക്ഷെ ദൈവാത്മാവ് ഉള്ളിൽ തരുന്ന പ്രേരണ, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ ജനത്തിന്റെ വിശ്വാസം വളരണമെന്നില്ല. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോ എന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിലെ ചില കാര്യങ്ങൾ കാണിച്ചു തന്നു. അങ്ങനെ കിട്ടിയ എന്റെ മനസ്സിലേക്ക് വന്ന ചില ചിന്തകൾ ഞാൻ പങ്കുവെക്കുകയാണ്.
എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരികയാണ്, ഇസ്രായേൽ എന്നൊരു ജനതയെ പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട മറ്റേത് ജനതയാണ് ലോകത്തുള്ളത്? ഇസ്രായേൽ എന്ന ജനത കണ്ടതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്ത് വേറെ ഏത് ജനതയാണ് കണ്ടിട്ടുള്ളത്? മറ്റേതെങ്കിലും ജനത ഇസ്രായേൽ എന്ന ജനത കണ്ടതുപോലെ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ടോ? ദൈവം തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടതുപോലെ, നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടതുപോലെ ലോകത്ത് വേറെ ഏതെങ്കിലും ജനത കണ്ടിട്ടുണ്ടോ? ഉദാഹരണത്തിന്, അലറിയാർക്കുന്ന ഒരു മഹാസാഗരത്തെ രണ്ടായി വെട്ടിമുറിച്ച് വരണ്ട പാത അതിന്റെ മധ്യത്തിൽ സൃഷ്ടിച്ച് ഒരു ജനതയെ വൈരാഗ്യബുദ്ധിയോടെ കൊല്ലാൻ ആഞ്ഞെടുക്കുന്ന ഒരു ഭരണകർത്താവിന്റെ രഥങ്ങളിൽ നിന്നും സൈന്യനിരയിൽ നിന്നും രക്ഷപ്പെടുത്തിയ മറ്റേതൊരു ചരിത്രമാണ്, മറ്റേതൊരു ജനതയ്ക്കാണ് അവകാശപ്പെടാനുള്ളത്? ശൂന്യാകാശത്ത് നിന്ന് അന്നോളം ആരും കണ്ടിട്ടില്ലാത്ത മന്ന എന്ന് പേര് വിളിച്ച ഒരു അപ്പം പൊഴിയുന്നതും, വലിയൊരു പാറക്കെട്ടിന്റെ മധ്യഭാഗത്ത് നിന്നൊരു മഹാനദി ഉറവ പൊട്ടി ഒഴുകുന്നതും, 40 സംവത്സരം മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നൊരു ജനതയുടെ വസ്ത്രം കീറുകയോ കാല് വിങ്ങുകയോ ചെയ്യാതെ ഒരു ജനതയെ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചതും, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത മഹാത്ഭുതങ്ങൾ ദൈവം ചെയ്തതുമൊക്കെ കണ്ട ഇസ്രായേൽ ജനതയുടെ അവസ്ഥ എന്താണ്? അത് പഴയ നിയമമാണെന്ന് കരുതി പുച്ഛിച്ച് തള്ളിയാൽ, പുതിയ നിയമത്തിൽ ഈശോ മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ കർത്താവ് സങ്കടപ്പെടുന്നുണ്ട്. കഫർനാം, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടെന്നോ? നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. ബത്സയിദ, നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ സോദോം ഗൊമോറ പട്ടണങ്ങളിൽ നടന്നിരുന്നെങ്കിൽ അവർ എത്ര വേഗം അനുദപിച്ച് ചാക്കുടുത്ത് ചാരം പൂശി അനുദപിച്ച് മനസാന്തരപ്പെടുമായിരുന്നു. അത്ഭുതങ്ങൾ കണ്ട ജനത മനസാന്തരപ്പെട്ടില്ല എന്നുള്ളതാണ് മത്തായി 11-ൽ കർത്താവായ യേശുക്രിസ്തു സങ്കടപ്പെട്ടത്. ശ്രദ്ധിക്കുക, ഈ രാത്രിയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നാമത്തെ കാര്യം, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് ഒരു ജനതയുടെ വിശ്വാസം വളരണമെന്നില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും ആവർത്തിച്ച് കണ്ടതുകൊണ്ട് ഒരു ജനത്തിന്റെയും വിശ്വാസം വളരണമെന്നില്ല. ഇതാണ് ബൈബിളിന്റെ ചരിത്രം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി അടുത്ത ചോദ്യം വരും, അങ്ങനെയെങ്കിൽ വിശ്വാസം വളരുന്നത് എങ്ങനെയാണ്? അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ വിശ്വാസം വളരില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന വിശ്വാസത്തിന് നിലനിൽപ്പുണ്ടാവണമെന്നില്ല എങ്കിൽ എങ്ങനെയാണ് നിലനിൽക്കുന്ന വിശ്വാസം വളരുന്നത്? അത് നമ്മൾ വായിക്കുന്നത് റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിലാണ്. റോമാലേഖനം വായിക്കാം, എടുക്കാം. റോമാലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ കർത്താവ് വിശ്വാസം വളരുന്ന ഒരു വഴിയെപ്പറ്റി പറയുന്നുണ്ട്. റോമാലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം ഉച്ചത്തിൽ വായിക്കാമോ? ആകയാൽ വിശ്വാസം എവിടെ നിന്ന്? വിശ്വാസം എവിടെ നിന്ന്? വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്ന്. ശ്രദ്ധിക്കുക, ഈ രാത്രിയിലെ ചിന്ത നമ്മൾ ആരംഭിക്കുന്നത് ഈ വചനത്തിൽ നിന്നാണ്. വിശ്വാസം എവിടെ നിന്നാണ്? കേൾവിയിൽ നിന്നാണ്. കേൾവി എവിടെ നിന്ന്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. മലയാള തർജ്ജമയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രസംഗം എന്നാണ്. പ്രസംഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രസംഗമാണ്. അതല്ല, ഇത് ഇവിടെ പറയുന്നത് ആ പ്രസംഗം അല്ല. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്നും. ക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ടതോ പറയപ്പെട്ടതോ ആയ വചനത്തിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാവുന്നതെന്നാണ് പൗലോസ് റോമർ 10:17 പറയുന്നത്. ഇവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റേമ എന്ന വാക്കാണ്. റേമ എന്താണെന്ന് മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. റേമ അത് ദൈവത്തിന്റെ വചനമാണ്. റേമ. അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ജനതയുടെ വിശ്വാസം അതുകൊണ്ട് മാത്രം വളരണമെന്നില്ല. തൽക്കാലത്തേക്ക് ചിലര് വിശ്വാസം ഉണ്ടാവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും സഹായിച്ചു എന്ന് വരും. പക്ഷേ നിലനിൽക്കുന്ന വിശ്വാസം വളരുന്നത് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അല്ല. തെളിവാണ് ഞാൻ പറഞ്ഞത് ഇസ്രായേൽ എന്നൊരു ജനത. മറ്റൊരു തെളിവാണ് അപ്പസ്തോലന്മാർ. യേശു മനുഷ്യാവതാരം ചെയ്ത് യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ച കാലത്ത് യേശുവിന്റെ കൂടെ നടന്ന, യേശുവിനെ നിഴല് പോലെ പിന്തുടർന്ന, ഒരു പായയിൽ ഒരുപക്ഷെ അന്തി ഉറങ്ങിയ, ഒരു പാത്രത്തിൽ നിന്നുണ്ട
നിഴല് പോലെ നിതാന്തമായി നിരന്തരമായി സന്തത സഹചാരികളായി കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ, അപ്പസ്തോലന്മാർ പരസ്യ ജീവിതത്തിന്റെ ഒടുവിലേക്ക് എത്തുന്ന ഒരു നാഴികയിൽ ലൂക്ക 17-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ അപ്പസ്തോലന്മാർ ഹൃദയം നൊന്ത് കർത്താവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ശ്രദ്ധിക്കാമോ? ആരാണി പറയുന്നത്? മുടന്തൻ കാല് നിവർന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട 12 അപ്പസ്തോലന്മാർ 38 കൊല്ലം ബെത്സദാക്കുളത്തിന്റെ കരയിൽ സർവമോഹങ്ങളും നഷ്ടപ്പെട്ട് പ്രതീക്ഷകൾ അതിന്റെ നാമ്പ് തകർന്ന് ആ തിരുനാളം പ്രതീക്ഷയുടെ നാളം കെട്ട് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് 38 കൊല്ലം ഒരു കുളക്കരയിൽ മോഹഭംഗങ്ങളുടെ തടവറയിൽ കിടന്ന ഒരു മനുഷ്യനെ നേരെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് അവൻ കിടന്ന കട്ടിലും ചുമന്നവൻ വീട്ടിലേക്ക് പോകുന്നത് കണ്ട അപ്പസ്തോലന്മാർ മരിച്ച 4-ാം ദിവസം അഴുകിത്തുടങ്ങുന്ന ലാസറിന്റെ മൃതശരീരത്തെ ലാസറെ പുറത്തു വരൂ എന്നൊരൊറ്റ വാക്ക് പറയുമ്പോ കല്ലറയുടെ മൂടി ഭേദിച്ച് ജീവനുള്ളവനായി ലാസർ ഇറങ്ങി വരുന്നത്, പച്ച ജീവനോടെ മരിച്ചഴിയുകവൻ നേരെ വന്ന് നിവർന്നു നിൽക്കുന്നത് കണ്ട അപ്പസ്തോലന്മാർ കാറ്റിന്റെ നേരെയും കടലിന്റെ നേരെയും കൈനീട്ടിയിട്ട് കാറ്റേ കടലേ അടങ്ങൂ എന്ന് പറയുമ്പോ പ്രപഞ്ച ശക്തികളും പ്രകൃതി നിയമങ്ങളും യേശുക്രിസ്തുവിന്റെ വാക്കിന്റെ മുമ്പിൽ കീഴടങ്ങുന്നത് നോക്കി നിന്ന അപ്പസ്തോലന്മാർ കണ്ടതുപോലെ അന്ധന്റെ കണ്ണിന് കാഴ്ച കിട്ടുന്നതും ബദിരന്റെ കാതിൽ നാദസംഗീതം ഉയരുന്നതും തളർവാദ രോഗി പിടഞ്ഞെഴുന്നേൽക്കുന്നതും മുടന്തന്റെ കാലിന് ബലം വെക്കുന്നതും ഒക്കെ കണ്ട അപ്പസ്തോലന്മാർ, മരിച്ചവർ എഴുന്നേൽക്കുന്നത് കണ്ട അപ്പസ്തോലന്മാർ യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ഒടുവിലേക്ക് എത്തുമ്പോ ആ അപ്പസ്തോലന്മാർ യേശുവിനോട് പറയുകയാണ്: കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് ആരുടെയും വിശ്വാസം വളരണമെന്നില്ല. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഉണ്ടായ വിശ്വാസത്തിന് ഒരു അപകടമുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഉണ്ടായ വിശ്വാസത്തിന്റെ അപകടം, അത്ഭുതങ്ങൾ നടക്കാതാവുമ്പോൾ ആ വിശ്വാസം ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. അത്ഭുതങ്ങളുടെ കാലം കഴിയുമ്പോ ആ വിശ്വാസത്തിന് ക്ഷയം വരാൻ, ഭംഗം വരാൻ സാധ്യതയുണ്ട്. ആ വിശ്വാസം തളരാൻ സാധ്യതയുണ്ട്. നോക്കി നിൽക്കെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോ, ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതാവുമ്പോ, ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോ, നോക്കുമ്പോ ദൈവം പ്രവർത്തിക്കാതിരിക്കുമ്പോ, ചില സാഹചര്യങ്ങളിൽ മാസങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി വരാൻ വൈകുമ്പോ അത്തരം വിശ്വാസങ്ങൾ ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ സന്ധ്യയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസം വളരുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ല. അത്ഭുതങ്ങളെ അടയാളങ്ങളെ വില കുറിച്ച് കാണാൻ പറ്റില്ല. അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും അതിന്റെ സ്ഥാനമുണ്ട്. ചിലരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ, ചിലരുടെ വിശ്വാസം തൽക്കാലത്തേക്ക് ഒന്ന് ആഴപ്പെടുത്താൻ, ചിലരെ വിശ്വാസ ജീവിതത്തിൽ ഒന്ന് ശക്തിപ്പെടുത്താൻ അത്ഭുതങ്ങൾക്ക് തീർച്ചയായിട്ടും ശക്തിയുണ്ട്. എന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല വിശ്വാസം വളരാനുള്ള ഇന്ധനം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഒരിക്കലും തകർക്കാൻ പറ്റാത്ത വിശ്വാസം. അലറിയാർക്കുന്ന സിംഹങ്ങളുടെ നടുവിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ യേശു ഏകരക്ഷകനാണെന്ന് പറയാനുള്ള ആത്മധൈര്യം പകരുന്ന വിശ്വാസം. വത്തിക്കാന്റെ വധക്കുന്നുകളിൽ തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെടുമ്പോഴും യേശുവിനെ തള്ളിപ്പറയില്ല എന്ന് വാശി പിടിക്കാൻ പ്രേരിപ്പിക്കുന്ന വിശ്വാസം. റോമിന്റെ തെരുവീഥികളിൽ സന്ധ്യാനേരങ്ങളിൽ വഴിവിളക്കുകളായി നിന്ന് കത്തുമ്പോഴും യേശുവിനെ തള്ളിപ്പറയില്ല എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വിശ്വാസം. ആ കാലഘട്ടങ്ങളിൽ ആദിമസഭയിൽ മാമോദീസ മുങ്ങുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയാവാൻ ടോക്കൺ എടുക്കുക എന്നായിരുന്നു അർത്ഥം. ആ കാലഘട്ടത്തിൽ ഒരാൾ മാമോദീസ മുങ്ങാൻ തീരുമാനിച്ചത്, മരിക്കാൻ തയ്യാറായത്, രക്തസാക്ഷിയാവാൻ തീരുമാനിച്ചത്, രക്തസാക്ഷിയാവാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചത്, ഇതൊന്നും പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല. ആദിമസഭ വളർന്നത് അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല. പോരാട്ടത്തിന്റെയും പടയോട്ടത്തിന്റെയും പീഡനത്തിന്റെയും ഒറ്റിക്കൊടുക്കലിന്റെയും തിരസ്കാരത്തിന്റെയും വലിച്ചെറിയപ്പെടലുകളുടെയും നടുവിൽ സിനഗോഗുകൾ തിരസ്കരിക്കുകയും ഭവനത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്ത ദിനരാത്രങ്ങളിൽ സഭയുടെ വിശ്വാസം വളർന്നത് അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഹൃദയം തുറന്ന് ഹല്ലേലൂയാ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, റോമാലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം, വിശ്വാസം കേൾവിയിൽ നിന്ന്. വായിക്കാമോ? റോമർ 10:17 ബൈബിൾ എടുത്ത് തുറക്കെ വായിച്ച്. റോമാലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം, റോമർ 10:17 ചെത്തി വായിച്ച്. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഒരിക്കൽ കൂടി ഉച്ചത്തി വായിക്കാം. ആകയാൽ വിശ്വാസം
വിശ്വാസം എവിടെ നിന്ന്? വിശ്വാസം എവിടെ നിന്ന്? കേൾവിയിൽ നിന്ന്. കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം. വ്യക്തത വരണം. അത് പ്രസംഗമല്ല, ഈ പ്രസംഗം അല്ലത്. മറിച്ച് ക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ടതോ പറയപ്പെട്ടതോ ആയ വചനം. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ടതോ പറയപ്പെട്ടതോ ആയ വചനത്തിൽ നിന്നാണ് വിശ്വാസം വളരുന്നത്, ശക്തി പ്രാപിക്കുന്നത്. ഇത് സത്യമാണ്, സത്യമാണ്, സത്യമാണ്. ഉദാഹരണം, താർസൂസ് എന്ന തുറമുഖ പട്ടണത്തിൽ ജനിച്ച ഒരു യഹൂദൻ, ഒരുപാട് ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യം ഉണ്ടായിരുന്ന ഒരു യഹൂദ ചെറുപ്പക്കാരൻ. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഗമാലിയേലിന്റെ കീഴിലിരുന്ന് വേദം പഠിച്ച യഹൂദ പ്രമാണി, ഫരിസേയരിൽ പ്രമാണി, ബെഞ്ചമിൻ ഗോത്രജൻ, തുറമുഖ പട്ടണത്തിൽ ജനിച്ചവൻ, ജന്മം കൊണ്ട് റോമാ പൗരൻ. താൻ നിലനിന്നിരുന്ന യഹൂദ മതത്തിൽ വിശ്വാസത്തോടെ നിലനിന്നിരുന്നെങ്കിൽ പ്രധാന പുരോഹിതനോളം പോലും വളരാൻ സാധ്യതയുണ്ടായിരുന്ന, പ്രമാണിയായിരുന്ന, ബുദ്ധിശക്തി ഉണ്ടായിരുന്ന, പ്രാവീണ്യം ഉണ്ടായിരുന്ന, നല്ല കുടുംബത്തിൽ പിറന്ന, സമ്പത്തുണ്ടായിരുന്ന, വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. യേശുക്രിസ്തുവിന്റെ മാർഗം സ്വീകരിച്ച് ഒരുപാട് ആളുകൾ യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായി മാറുന്നുവെന്ന് ജെറുസലേമിൽ ചെന്ന് മനസ്സിലാക്കി കഴിയുമ്പോ യഹൂദ മാർഗത്തെപ്പറ്റി ജെറുസലേമിന്റെ തെരുവീഥികളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സ്തേഫാനോസ് എന്നൊരു ചെറുപ്പക്കാരനെ കല്ലെറിയാൻ ആഹ്വാനം ചെയ്ത് ജനക്കൂട്ടം ആരവത്തോടെ കലഹത്തിന്റെയും ക്രോധത്തിന്റെയും നടുവിൽ ഈ ചെറുപ്പക്കാരനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോ കൊലയാളികളുടെ വസ്ത്രം സ്വന്തം കാൽക്കീഴിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രതികാരദാഹത്തോടെ കൈ ചുരുട്ടി, മുഷ്ടി ചുരുട്ടി, പല്ലിറുമി നിന്ന ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ പേര് സാവൂൾ എന്നായിരുന്നു. അയാൾ ജെറുസലേമിലെ യഹൂദ മത അധികാരികളിൽ നിന്ന് ഒരു അധികാരപത്രം വാങ്ങി. ദമാസ്കസ് നഗരത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടെന്നറിഞ്ഞ് ദമാസ്കസിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ ദമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് കയറി വർദ്ധിച്ച വീര്യത്തോടെ ഓടിച്ചു പോകുമ്പോ ദമാസ്കസിന്റെ നഗര കവാടത്തെ ഈ അശ്വം, ഈ കുതിര സമീപിക്കുന്ന സമയത്ത് പെട്ടെന്ന് മിന്നലൊളി പോലെ എന്തോ ഒന്ന് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ഒരു ഇടിമിന്നൽ ഉണ്ടാകുന്നത് പോലെ അദ്ദേഹത്തിന് എന്തോ ഒരു അനുഭവം ഉണ്ടായി. ആ മിന്നല് വന്ന് ഈ മനുഷ്യനെ ആഞ്ഞടിച്ചു. അജയ്യനായി, അപ്രതിരോധനായി, ആർക്കും തകർക്കാൻ പറ്റാത്തൊരു വിശ്വാസത്തോടെ, ആത്മവീര്യത്തോടെ കുതിരപ്പുറത്ത് നിന്ന ഈ വിജയ യോദ്ധാവിന്റെ, ഈ വീരയോദ്ധാവിന്റെ മുഖത്തേക്ക് ഒരു മിന്നൽ ആഞ്ഞടിച്ചു. ആകാശത്ത് നിന്ന് മിന്നൽ ഒളി പോലെ എന്തോ ഒന്ന് അത് വന്ന് ആഞ്ഞടിച്ചു. അയാൾ താഴെ വീണു. അയാൾ നിലത്ത് കൈ തടഞ്ഞ് കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോ ഒരു നടുക്കത്തോടെ അയാൾ തിരിച്ചറിഞ്ഞു, തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കാഴ്ചയെ തിമിരം ബാധിച്ചു. കണ്ണ് കാണാൻ പറ്റുന്നില്ല. അതിശക്തമായ ഈ സ്വർഗത്തിന്റെ പ്രഹരം കിട്ടി ഈ അശ്വത്തിന്റെ മുകളിൽ നിന്ന് അയാൾ താഴേക്ക് വീഴുമ്പോ അയാൾ വലിയ വലിയ ആകാംക്ഷയോടെ വിളിച്ചു ചോദിച്ചു, ആരാണ് നീ? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു സ്വരം കേൾക്കുകയാണ്. അയാൾ യേശുവിനെ കണ്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, അയാൾ യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിന്റെ സമപ്രായക്കാരനാണ്. യേശുവിനും പൗലോസിനും സാവൂളിനും ഏതാണ്ട് ഒരേ പ്രായമാണ്. യേശുവിന്റെ സമപ്രായക്കാരനായിരുന്നെങ്കിലും അയാൾ യേശുവിനെ ജീവിച്ചിരുന്ന കാലത്ത് മുഖാഭിമുഖം നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒരു സ്വരം കേൾക്കുകയാണ്. അയാൾ ചോദിക്കുകയാണ്, ആരാണ് നീ? സാവൂൾ എന്ന ചെറുപ്പക്കാരൻ, അത്രയും നേരം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നവൻ, ഒരു സ്വരം കേൾക്കുകയാണ്, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. അയാൾ കണ്ടിട്ടില്ല, അയാൾ കേട്ടിട്ടേ ഉള്ളൂ. സാവൂൾ എന്ന ചെറുപ്പക്കാരനെ വഴിതിരിയുന്നത് കേൾവിയിൽ നിന്നാണ്. കേൾവി. സാവൂൾ പൗലോസായി മാറുന്നത് കണ്ടിട്ടല്ല, കേട്ടിട്ടാണ്. വിശ്വാസം കേൾവിയിൽ നിന്ന്. കേൾവി ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വചനത്തിൽ നിന്ന്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസം കേൾവിയിൽ നിന്ന്. കേൾവി ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വചനത്തിൽ നിന്ന്. ക്രിസ്തുവിനെ കുറിച്ച് അയാൾ ക്രിസ്തുവിന്റെ വായിൽ നിന്ന് കേൾക്കുകയാണ്. നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ.
എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത് അയാൾ കേട്ടു. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ആ നിമിഷം മുതൽ ഈ മനുഷ്യന്റെ ജീവിതം മാറി. പിന്നീടുള്ള നീണ്ട വർഷങ്ങൾ രാപകലില്ലാതെ ഈ യേശുവിന് വേണ്ടി അയാൾ ജീവിച്ചു. അയാൾ തനിക്കുള്ളതെല്ലാം ഉച്ചിഷ്ടം പോലെ കരുതാൻ തയ്യാറായി. എടുക്കാം ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ ഈ മനുഷ്യൻ വലിയ ആത്മവിശ്വാസത്തോടെ എഴുതുകയാണ്. ഫിലിപ്പി ലേഖനം എഴുതുമ്പോ പൗലോസ്ലീഹ ജയിലിലാണ്. റോമിലെ ജയിലിൽ കിടന്നുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് ലേഖനം എഴുതുന്നത്. ചങ്ങലയിട്ട കരങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. വിലങ്ങ് വെച്ച കൈകൾ കൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനം എഴുതുന്നത്. തടവറയിൽ കിടന്നുകൊണ്ടാണ്. തടവറയിൽ കിടന്നുകൊണ്ട് പൗലോസ്ലീഹ തന്റെ ആത്മകഥ എഴുതുകയാണ്. ജീവചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില വരികൾ എഴുതുകയാണ്. ശ്രദ്ധിക്കുക, വായിക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ ഉച്ചത്തി വായിക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 4 മുതൽ. എന്നാൽ എനിക്ക് ശരീരത്തിലും ശരണം വെക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. അവനെ പ്രതി ഞാൻ സകലതും ഉച്ചിഷ്ടം പോലെ കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പൗലോസ്ലീഹ ഇനി നിങ്ങൾ എടുക്കേണ്ടത് റോമാലേഖനം 8-ാം അധ്യായം. റോമാലേഖനം 8-ാം അധ്യായം എഴുതുമ്പോ പൗലോസ്ലീഹ നീറോ ചക്രവർത്തി നീട്ടിപ്പിടിച്ച വാൾമുനത്തുമ്പിലേക്ക് പ്രാണനെ ചേർത്ത് വെക്കാൻ ആത്മവിശ്വാസത്തോടെ നടന്നു പോകും മുമ്പ് ഈ മനുഷ്യൻ പറയുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. യേശുവിന് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറായ ഒരു മനുഷ്യന്റെ ജീവിതാന്ത്യത്തിൽ അയാൾ എഴുതുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 31 മുതൽ ഉച്ചത്തി വായിക്കാം. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ഉച്ചത്തി വായിക്ക്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവൂള് പൗലോസായി മാറി. എങ്ങനെയാണ് അയാൾ പൗലോസായി മാറിയത്? വിശ്വാസം വന്നത് എവിടെ നിന്നാണ്? കേൾവിയിൽ നിന്ന്. നിങ്ങൾക്കിത് വ്യക്തമായോ? വിശ്വാസം കേൾവിയിൽ നിന്നാണ്. കേൾവി എവിടെ നിന്ന്? ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വചനത്തിൽ നിന്ന്. പ്രസംഗത്തിൽ നിന്ന് എന്ന് പറയരുത്, ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വചനത്തിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വചനത്തിലേക്ക് പോവുകയാണ്. പൗലോസ്ലീഹ പറയാണ്, വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വചനത്തിൽ നിന്ന്. ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ ഇനി പഴയ നിയമത്തിൽ ആരംഭിച്ച് പുതിയ നിയമത്തിലേക്ക് വേഗത്തിൽ ഒരു യാത്ര പോവുകയാണ്. അതായത് പഴയ നിയമം മുതൽ, ഉൽപ്പത്തി മുതൽ വെളിപ്പെട്ട് വരുന്ന ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. ഉൽപ്പത്തി മുതൽ ക്രിസ്തു തെളിഞ്ഞു വരുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വ്യക്തതയോടെ ക്രിസ്തുവിനെ കണ്ടെത്താൻ നമ്മൾ പ്രവേശിക്കും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
റോമാലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കെ. ഹൃദയം തുറക്കപ്പെടട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, വചനത്തിന്റെ ശക്തി ഒഴുകട്ടെ, ദൈവത്തിന്റെ ദൂതുകൾ വെളിപ്പെടട്ടെ. അതിനെ തുടർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കുക മക്കളെ. എല്ലാ ജീവിതങ്ങളുടെ മേലും ആത്മാവിറങ്ങി വ്യാപരിക്കട്ടെ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. അതിനെ തുറന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തെ വിളിക്കുന്നു ഈശോയേ, 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 ഈശോയേ. കരങ്ങളടിച്ച് കണ്ണടച്ച് പാടി പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. പാടിക്ക്. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനാൽ ഞാൻ പൊരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനാൽ ഞാൻ പൊരുതും. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ശക്തിയോടെ കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി നിങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. പ്രിയമക്കളെ, കൃപയും ശക്തിയും അഭിഷേകവും ആത്മാവിന്റെ ശക്തമായ സാന്നിധ്യവും നിറയാൻ എല്ലാ മക്കളും ആഗ്രഹിച്ചു. കർത്താവേ, അവിടുത്തെ സ്നേഹത്താൽ എന്റെ ഹൃദയം നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ചു. എന്റെ ഹൃദയത്തിന്റെ വിശ്വാസം ജ്വലിക്കണമേ എന്ന് ആഗ്രഹിച്ചു. ശക്തിയോടെ ശക്തിയോടെ കരങ്ങളടിച്ച് മാടി പ്രാർത്ഥിക്കട്ടെ. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും എനിക്കും ഉച്ചത്തിൽ. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിനെന്നും വഴി നടക്കും. ഉച്ചത്തിൽ എല്ലാവരും കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ഉച്ചത്തിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. വലിയ ദാഹത്തോടെ ശക്തിയോടെ കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച ഈശോ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. ഇരിക്കാം.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവതരമായ, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന മക്കളാണ് എന്ന് കരുതി വളരെ സീരിയസ് ആയ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് സന്തോഷമാണോ? അതോ എന്നും കേൾക്കുന്നത് കേട്ടാൽ മതിയോ? നമുക്ക് അതിന്റെ ആഴങ്ങളിലേക്ക്, ഓരോന്നിന്റെയും വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. തുടക്കക്കാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തിരി പ്രയാസമൊക്കെ നേരിടും. അപ്പൊ അത് സഹിച്ചിരിക്കണം. എന്ന് വെച്ചാല് നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ഇനിയും കുറച്ച് കാര്യങ്ങളുടെ ഗൗരവമായ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പ്രത്യേകിച്ച് പഴയ നിയമത്തിന്റെ ചില ഭാഗങ്ങൾ എടുത്ത് യേശുവിനെ കണ്ടെത്താൻ പോവുകയാണ്. യേശുവിനെ തിരിച്ചറിയാൻ, യേശുവിന്റെ മുഖം, യേശുവിന്റെ മുഖത്തിന്റെ വിവിധ ഭാവങ്ങൾ അത് തിരിച്ചറിയാനായി നമ്മൾ വചനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എന്താണ് ഈ എക്സസൈസ് നമുക്ക് തരാൻ പോകുന്ന പ്രതിഫലം? അത് ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. അതായത് നമ്മൾ ഇത് ഈ യത്നം, ഈ പരിശ്രമം അല്പം കട്ടിയാണ്. എനിക്കും അറിയാം, ഞാനും അത്ര സുഖകരമായിട്ടല്ല ഇതിൽ ഏർപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സസൈസ് എളുപ്പമല്ല. അതിന് നിങ്ങൾ അല്പം ക്ഷമയും ശ്രദ്ധയും എനിക്ക് തരേണ്ടി വരും. എന്നെ കൊണ്ടാവുന്നത് പോലെ പരമാവധി നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറയാൻ ഞാൻ പരിശ്രമിക്കും. ആ ഭയങ്കര ഗഹനമായ കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെ അല്ല. കുറച്ചുകൂടെ നന്നായി ശ്രദ്ധിക്കണം. ഇത് സീരിയസ് ആയ ബൈബിൾ സ്റ്റഡിയാണ്. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് എടുക്കണം. വളരെ ശ്രദ്ധിച്ച് വായിക്കണം. വായിക്കാൻ പറയുന്നത് വായിക്കണം, അത്യാവശ്യമുള്ളത് എഴുതിയെടുക്കണം, എന്നിട്ട് അതിലെ ഓരോ വാക്കും ശ്രദ്ധിച്ച് വായിക്കണം. അങ്ങനെ നമ്മൾ വചനം ഗ്രഹിക്കാൻ പോവുകയാണ്. എന്താണ് ഇതിന്റെ ഒടുവിൽ കിട്ടാൻ പോകുന്നത്? ദൈവത്തിന്റെ വചനത്തിന്റെ ചുരുളഴിയുമ്പോ പ്രകാശം പരക്കും. ഇത് അങ്ങനെയാണ് സങ്കീർത്തനം പറയുന്നത്. കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ ചുരുളഴിയുമ്പോ പ്രകാശം പരക്കും, എളിയവർക്ക് അത് അറിവ് നൽകും. ഒന്നാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് ഒരു വെളിച്ചം കിട്ടും, അന്ധകാരം മാറും. ഇതാണ് വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കിട്ടുന്ന ഒരനുഗ്രഹം. മറ്റൊരു അനുഗ്രഹം മത്തായി 8:16, അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി രോഗികളെ സുഖപ്പെടുത്തി. വചനം അകത്തേക്ക് കയറുമ്പോ പൈശാചിക പീഡകൾ വിട്ടുപോകും. പൈശാചിക പീഡ എന്ന് പറഞ്ഞാൽ ഒത്തിരി പൈശാചിക പീഡകളുണ്ട്. വെറുപ്പ്, കോപം, വൈരാഗ്യം, അഹങ്കാരം, തന്നിഷ്ടം, ഇങ്ങനെയുള്ള അനേകം പൈശാചിക ഭാവങ്ങളുണ്ട്. പാപകരമായ ആസക്തികൾ, ഇതെല്ലാം വചനം അകത്ത് കയറുമ്പോഴാണ് വിട്ടുപോകുന്നത്. മറ്റൊന്ന്, സങ്കീർത്തനം 120 പറയും, അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി. വചനത്തിന്റെ ചുരുളഴിയുമ്പോ സൗഖ്യം സംഭവിക്കും. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ ജീവിതത്തിൽ രോഗപീഠകൾ സൗഖ്യപ്പെടും. മറ്റൊന്ന്, ദൈവവചനം റോമർ 10:17 നമ്മൾ വായിച്ചു. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എന്ത് കിട്ടും? വിശ്വാസം കിട്ടും. നമ്മുടെ വിശ്വാസം വളരാൻ തുടങ്ങും. മറ്റൊന്ന്, ദൈവസ്നേഹം വളരും. മറ്റൊന്ന്, യോഹന്നാൻ 15:3, ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വചനം നമ്മളെ ശുദ്ധീകരിക്കാൻ തുടങ്ങും. മറ്റൊന്ന്, വെളിപാട് 1:3, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ വായിക്കുന്നവരും കേൾക്കുന്നവരും പാലിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം ഉണ്ടാവും. ഇതിങ്ങനെ ഈ പ്രോസസ്സിൽ ഏർപ്പെട്ടാൽ, ഇന്ന് നമ്മൾ രാത്രി 8:30 ആരാധന അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നവരെ നമ്മൾ സീരിയസ് ആയിട്ട് വചനം കേൾക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു അനുഗ്രഹം കിട്ടാൻ തുടങ്ങും. ജീവിതത്തിന്റെ വഴികൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. എല്ലാ അന്ധകാരവും മാറാൻ തുടങ്ങും. മറ്റൊന്ന്, ദൈവത്തിന്റെ വചനം അതിശക്തമായി നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ 1-ാം സങ്കീർത്തനം പറയുകയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ സഫലമാവും. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിനകത്തൊരു ഐശ്വര്യം ഉണ്ടാവും. ഇതാണ് ദൈവത്തിന്റെ വചനം അകത്ത് കിടന്നാലുള്ള പ്രയോജനം. ജോഷുവയുടെ പുസ്തകം 1:8-9 വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്, നീ ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അതിരത്തിലുണ്ടാവണം, രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അപ്പോ നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാവും, നീ വിജയം വരിക്കും. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ കോട്ടയംകാർക്ക് അതിന് താല്പര്യമുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണോ? അപ്പോ വിശ്വാസം വളരണം. ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല, ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടണം. നമുക്ക് മൊത്തത്തിൽ മാറ്റം വരണം. ഇനി അങ്ങനെ വരുമ്പോ ഇനി അടുത്ത ഒരു പ്രശ്നം ഇതാണ്, ചിലർക്കൊരു ആക്ഷേപമുണ്ട്. അതായത് ചിലർക്കൊരു ആക്ഷേപം ഉള്ളത് പഴയ നിയമം എന്തോ വലിയ തെറ്റാണെന്നാണ് ചില ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമം പറയുന്നതിനോട് താല്പര്യമില്ല, എപ്പോഴും പുതിയ നിയമം പറയണമെന്നാണ് ചില ആളുകളുടെ അഭിപ്രായം. അതിനകത്തൊരു അപകടമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എടുത്തോളുക, വായിക്കാം. ഞാൻ പഴയ നിയമത്തിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. പഴയ നിയമത്തിലാണ് യേശു തുടങ്ങിയത്, അതുകൊണ്ടാണ് ഞാൻ പഴയ നിയമത്തിൽ തുടങ്ങുന്നത്.
യേശുവിന്റെ കാലത്ത് ഇനി കൂടുതൽ ഭക്തർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയുകയാണ്. യേശു പുതിയ നിയമം വായിച്ചിട്ടില്ല. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കൂടുതൽ ഭക്തർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. യേശു മിശിഹ പഴയ നിയമം വായിച്ചിട്ടില്ല. മനസ്സിലായല്ലോ? യേശു മിശിഹ പുതിയ നിയമം, പഴയ നിയമം യേശു മിശിഹ പുതിയ നിയമം വായിച്ചിട്ടില്ല. ന്യൂ ടെസ്റ്റമെന്റ് ഈശോ വായിച്ചിട്ടില്ല. അപ്പോസ്തലന്മാരും വായിച്ചിട്ടില്ല. അയ്യോ, അവരാകെ കൂടെ വായിച്ചിട്ടുള്ളത് ഏതാ? പഴയ നിയമമാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ തുടങ്ങാം, തൽക്കാലം അവിടെ തുടങ്ങാം. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തെ വ്യാഖ്യാനിക്കണം. ഒത്തിരി പേർക്കുള്ള ഒരു ആക്ഷേപമാണ്, ഇവരെല്ലാം ഈ ആനവുരുക്കന്മാരെല്ലാം പഴയ നിയമമാണ് പറയുന്നത്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് അതിനൊരു ആശ്വാസം കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് ചില വചനങ്ങൾ വായിക്കണം. എന്താണ്? തിമോത്തി 2 തിമോത്തി 3-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ ഉച്ചത്തി വായിക്കാം. 2 തിമോത്തി 3-ാം അധ്യായം 15 മുതൽ ഉച്ചത്തി വായിക്കാം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ എന്താക്കുന്ന ജ്ഞാനിയാക്കുന്ന, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. തിമോത്തിയോട് പൗലോസ്ലീഹ പറയാണ്, കൊച്ചേ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി രക്ഷപ്പെടുന്നതിന് നിനക്ക് ജ്ഞാനം തരുന്ന, തലയ്ക്കകത്ത് വല്ലതും തരുന്ന വിശുദ്ധ ലിഖിതം നീ ചെറുപ്പം മുതലേ വായിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. പുതിയ നിയമം മാത്രമല്ല ദൈവനിവേശിതം, പഴയ നിയമവും ദൈവനിവേശിതമാണ്. തിമോത്തിക്ക് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോ, ശ്രദ്ധിക്കുക, പൗലോസ് ലീഗ തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോ പുതിയ നിയമം ഇല്ല. അന്ന് പൗലോസ് ലീഗ തിമോത്തിയോട് വിശുദ്ധ ലിഖിതം എന്ന് പറയുന്നത്, സ്ക്രിപ്ചർ എന്ന് പറയുന്നത് എന്താണ്? പഴയ നിയമമാണ്. ശ്രദ്ധിക്കണം. അതായത് തിമോത്തിയോട് പൗലോസ് ലീഗ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, ദൈവത്താൽ എഴുതപ്പെട്ടതാണ്, ദൈവത്തിന്റെ നിശ്വാസം ഉൾക്കൊള്ളുന്നതാണ്, ഇൻസ്പയർഡ് ആണ് എന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നത് ന്യൂ ടെസ്റ്റമെന്റിനെ കുറിച്ചല്ല. കാരണം അന്ന് ന്യൂ ടെസ്റ്റമെന്റ് എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വിധത്തിൽ ന്യൂ ടെസ്റ്റമെന്റ് ചില ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ബൈബിൾ അവൈലബിൾ അല്ല. അന്ന് ആകെ അവർക്കുള്ളത് എന്താണ്? പഴയ നിയമം മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. പൗലോസ് പറഞ്ഞോ പഴയ നിയമം വായിക്കണ്ട, അതെല്ലാം പോയി, അതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വരാൻ പോവാണ് പറഞ്ഞോ. ഇതെല്ലാം എന്തിനൊക്കെ ഉപകരിക്കും? അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു ഭാഗം എടുക്കണം. ലൂക്കാ സുവിശേഷം 24-ാമത്തെ അധ്യായം. നമ്മുടെ ആമുഖമായി യേശുവിനെ തിരിച്ചറിയാൻ പഴയ നിയമത്തിലേക്ക് പോകുന്നതിന് നമുക്കൊരു ന്യായീകരണം നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ ചിലരിങ്ങനെ അകത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും, ഓ ഇതൊക്കെ പഴയ നിയമം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് അതൊക്കെ ഗ്രഹിക്കണം. ലൂക്ക 24-ൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് ഓർമ്മയുണ്ടല്ലോ. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് എത്ര ശിഷ്യന്മാര് പോയി? 7 ആണോ? രണ്ട് ശിഷ്യന്മാര് പോയി. അപ്പൊ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് ഏതാണ്ട് 11 കിലോമീറ്റർ ദൂരെയുള്ള എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാര് പോയപ്പോ യേശുക്രിസ്തു അവരുടെ കൂടെ യാത്ര ചെയ്തിട്ട് കർത്താവ് അവർക്ക് വിശുദ്ധ ലിഖിതങ്ങൾ പറഞ്ഞു കൊടുത്തു. വായിക്കാം. ലൂക്ക 24:25 വാക്യം. ലൂക്ക 24:25 മുതൽ ഉച്ചത്തി വായിക്കണം. ലൂക്ക 24:25 മുതൽ. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്
കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്ത്? ശ്രദ്ധിക്കുക, എന്താ വ്യാഖ്യാനിച്ചു കൊടുത്തത്? മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന് പറഞ്ഞാൽ പുതിയ നിയമമോ പഴയ നിയമമോ? പഴയ നിയമത്തിൽ മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും പഴയ നിയമത്തിൽ തന്നെ കുറിച്ച് പറഞ്ഞിരുന്നത് ഓരോന്നോരോന്നെടുത്ത് കർത്താവ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദേ ഈ ഭാഗത്ത് എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ദേ ഈ പ്രവാചകൻ എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ദേ ഈ പിതാവ് എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ദേ ഈ പുസ്തകം അധ്യായം വാക്യം എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പഴയ നിയമത്തിലെ ഓരോ പുസ്തകവും എടുത്ത് കർത്താവ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെല്ലാം എന്നെ കുറിച്ച് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നിട്ട് അവർ ആ വീട്ടിലെത്തിയപ്പോൾ ഈശോ അവർക്ക് അപ്പം മുറിച്ചു കൊടുത്തു. അപ്പം മുറിച്ചു കൊടുത്തപ്പോ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോൾ അവരിങ്ങനെ പറയുകയാണ്, 32-ാം വാക്യം 31 മുതൽ വായിച്ചേ. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു, പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? എന്നെ കേൾക്കാമോ? എന്നെ ഒന്ന് കേൾക്കാമോ? അതായത് ഇവിടെ പറയുകയാണ്, അവൻ മോശ മുതൽ ഓരോ പ്രവാചകന്മാരും അവനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എടുത്ത് വിശദീകരിച്ച് തന്നപ്പോ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? നിങ്ങൾ ഓർക്കുന്നില്ലേ? അവൻ പറയടാ, നീ ഓർക്കുന്നില്ലേടാ? ക്ലയോപ്പാസ്, നീ ഓർക്കുന്നില്ലേടാ? നമ്മുടെ ഹൃദയം ജ്വലിക്കായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, പഴയ നിയമം നിസ്സാരമല്ല. പഴയ നിയമത്തിൽ നമുക്ക് യേശുവിനെ കണ്ടെത്താൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഈ രാത്രിയിലെ അധ്വാനം. ക്ലേശകരമാണ് ഈ അധ്വാനം, പക്ഷെ നിങ്ങൾ എന്റെ കൂടെ വരണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതിരം തുറന്ന് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടൊന്ന് സ്തുതിച്ച് കർത്താവിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിരം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ശക്തിയോടെ ഉച്ചത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകത്തിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ലോക സൃഷ്ടിയെ കുറിച്ച് വിവരിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിൽ ദൈവം ആദ്യ മാതാപിതാക്കളെ രൂപപ്പെടുത്തുന്നു. അവരോട് ദൈവം കൽപ്പനയൊക്കെ പറയുന്നു. 3-ാമത്തെ അധ്യായത്തിൽ അവർ കൽപ്പന ലംഘിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. അവർ ദൈവത്തിന്റെ ആദ്യ മാതാപിതാക്കൾ ദൈവത്തിന്റെ കൽപ്പന തെറ്റിച്ചു. അപ്പോൾ ദൈവം സായാഹ്നമായപ്പോൾ അവരെ കാണാനെത്തി. കർത്താവിന്റെ കാലൊച്ച കേട്ട് അവർ ഓടി മറഞ്ഞു. അവരൊരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പൊ കർത്താവ് ചോദിച്ചു, ആദം, തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ മരത്തിന്റെ പഴം നീ തിന്നോ? അപ്പൊ ആദം പറഞ്ഞു, നീ എനിക്ക് കൂട്ടിന് തന്ന ആ സ്ത്രീ എന്നെ വഞ്ചിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ആ സർപ്പം എന്നെ വഞ്ചിച്ചു. അങ്ങനെ ആദം ഹവ്വയിലേക്കും ഹവ്വ പാമ്പിലേക്കും അവർ അവരുടെ റെസ്പോൺസിബിലിറ്റി ഷിഫ്റ്റ് ചെയ്ത് ഉത്തരവാദിത്വം കൈമാറി. അങ്ങനെ തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ദൈവം അവരോട് പറയുകയാണ്, ആദ്യമായിട്ട് ദൈവം ശിക്ഷ കൊടുക്കുന്നത് ആർക്കാണ്? ആദത്തിനാണോ ഹവ്വയ്ക്കാണോ പാമ്പിനാണോ? പാമ്പിനാണ് ആദ്യത്തെ ശിക്ഷ. കാരണം ഇതെല്ലാം തുടങ്ങിയത് അവനാണ്. അതുകൊണ്ട് പിശാചിനോട് ദൈവം പറയുകയാണ്, സർപ്പത്തോട് ദൈവം പറയുകയാണ്, നീ ഇത് ചെയ്തത് കൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. ഇനി ശ്രദ്ധിക്കുക, 15-ാം വാക്യം സുവിശേഷത്തിന്റെ ആരംഭവാക്യമാണിത്. സുവിശേഷം ആരംഭിക്കുന്നത് ഈ വാക്യത്തിലാണ്. ക്രിസ്തുവിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഈ വാക്യത്തിലാണ്. ഉൽപ്പത്തി 3:15. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഉച്ചത്തി വായിക്കുക. നീയും സ്ത്രീയും തമ്മിലും
നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഒരിക്കൽ കൂടി വായിക്കാം. ഉൽപ്പത്തി 3:15 ഉച്ചത്തിൽ വായിക്കാം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകവും പുതിയ നിയമത്തിലെ ഒരു സുവിശേഷവും തമ്മിൽ ഗാഠമായ സമാന്തര ബന്ധമുണ്ട്. ഉൽപ്പത്തിയോട് ബന്ധമുള്ള 4 സുവിശേഷങ്ങളിലെ സുവിശേഷത്തിന്റെ പേര് പറയാമോ? യോഹന്നാന്റെ സുവിശേഷം. ഉദാഹരണത്തിന് ഉൽപ്പത്തി തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. യോഹന്നാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഉൽപ്പത്തിയിൽ 7-ാം ദിവസം സംഭവിച്ചത് എന്താണ്? ഉൽപ്പത്തിയിൽ 7-ാം ദിവസം എന്താണ് സംഭവിച്ചത്? ദൈവം വിശ്രമിച്ചു എന്ന് മാത്രമല്ല, ദൈവം ആദ്യ കുടുംബത്തിന് രൂപം നൽകുന്നത് 7-ാം ദിവസമാണ്. ആദ്യ മാതാപിതാക്കളെ ഒരു കുടുംബമാക്കി ദൈവം മാറ്റുന്നത് 7-ാം ദിവസമാണ്. ശ്രദ്ധിക്കുക, 7-ാം ദിവസമാണ് ആദ്യ മാതാപിതാക്കൾ ഒരു കുടുംബമായി മാറുന്നത്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം എടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. യോഹന്നാൻ 2:1 എടുത്ത് ഉറക്കെ വായിച്ചേ. യോഹന്നാൻ 2:1. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു കല്യാണം നടന്നു. ശ്രദ്ധിക്കുക, യോഹന്നാൻ 2-ാം അധ്യായത്തിൽ ഒരു കല്യാണത്തെ കുറിച്ച് പറയുകയാണ്. ഉൽപ്പത്തിയിൽ എത്രാം ദിവസമാണ് കല്യാണം നടന്നത്? ഈ യോഹന്നാനിൽ എത്രാം ദിവസമാണ് കല്യാണം നടന്നത്? 3-ാം ദിവസം അല്ല, അത് 7-ാം ദിവസമാണ്. നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ നോക്കിക്കൊള്ളുക, ഞാൻ കാണിച്ചു തരാം. അത് 7-ാം ദിവസമാണ് ശരിക്കും കല്യാണം നടന്നത്. നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം വായിക്കുക. യോഹന്നാൻ 1:29 വായിച്ചേ. അടുത്ത ദിവസം നിൽക്കുക, മതി. അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കണക്ക് ബുക്കിൽ എത്രാം ദിവസമാണ്? അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ അത് എത്രാം ദിവസമാണ്? 2-ാം ദിവസമാണ്. സെക്കൻഡ് ഡേ ആണ്. ദ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അത് എത്രാം ദിവസമാണ്? അടുത്ത ദിവസം എന്ന് പറയണമെങ്കിൽ അതിന് മുമ്പിൽ മറ്റൊരു ദിവസം ഉണ്ടായിരിക്കണം, അല്ലെ? അടുത്ത ദിവസം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 1:29 ദിവസം എത്രയായി? 2 ദിവസമായി. ആണല്ലോ, ആണല്ലോ. ഇനി വാക്ക് മാറരുത്. ആണല്ലോ. യോഹന്നാൻ 1:29 ദിവസം എത്രയായി? 2ആയി. യോഹന്നാൻ 1:35 വായിച്ചേ. അടുത്ത ദിവസം മതി. അപ്പൊ ദിവസം എത്രയായി? 3 ആയി. യോഹന്നാൻ 1:43 വായിച്ചേ. പിറ്റേ ദിവസം എത്രയായി? 4 യോഹന്നാൻ 2:1 വായിച്ചേ. 3-ാം ദിവസം 4 3 7. വ്യക്തമായോ? ഇത് 7-ാം ദിവസമാണ്. ഇത് 7-ാം ദിവസമാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് യോഹന്നാൻ വളരെ വളരെ ശ്രദ്ധയോടെ ഉൽപ്പത്തി പുസ്തകവുമായി ഒരു സമാന്തര ബന്ധം യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ ബോധപൂർവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തിനാണെന്നൊക്കെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇത്ര അറിയുക, യോഹന്നാനും ഉൽപ്പത്തിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. പിടികിട്ടുന്നുണ്ടോ? ഉൽപ്പത്തി തുടങ്ങുന്ന എങ്ങനെയാണ്? ഇൻ ദ ബിഗിനിങ്, ആദിയിൽ. യോഹന്നാൻ തുടങ്ങുന്ന എങ്ങനെയാണ്? ഇൻ ദ ബിഗിനിങ്, ആദിയിൽ. 7-ാം ദിവസം സംഭവിച്ചത് ഇവിടെ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ശ്രദ്ധിക്ക്. അതുപോലെ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ പറയുന്നു, ഒന്നാമതായിട്ട് ദൈവം സൃഷ്ടിച്ചത് എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആണോ? അതെ. അത് കഴിഞ്ഞിട്ട് ഉൽപ്പത്തി 1:3 എന്താ നമ്മൾ വായിക്കുന്നത്? ഉൽപ്പത്തി 1:3 ദൈവം അരുളി ചെയ്തു വെളിച്ചം ഉണ്ടാവട്ടെ, അല്ലെ? ദൈവം അരുളി ചെയ്തു വെളിച്ചം ഉണ്ടാവട്ടെ. യോഹന്നാൻ 1 എടുത്തേ. യോഹന്നാൻ 1 വായിക്കേ. 1 മുതൽ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സമസ്തം അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ എന്ത് 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 വെളിച്ചം. കണ്ടോ? കൃത്യമായ പാരലൽ കണക്ഷൻ ഉണ്ട് ഉൽപ്പത്തിയും യോഹന്നാനും തമ്മിൽ. വ്യക്താവുന്നുണ്ടോ? വ്യക്താവുന്നുണ്ടോ?
ജീവൻ, വെളിച്ചം, വാക്ക്, വചനം. കണ്ടോ, വാക്ക് ഉണ്ടാകട്ടെ എന്ന വാക്ക്. ഇങ്ങനെ കൃത്യമായ ബന്ധമുണ്ട്. ഇത്രയും പിടികിട്ടിയെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു കല്യാണ വിരുന്ന് നടക്കുമ്പോ ഒരുപാട് പേർക്കൊരു സങ്കടമുണ്ട്. വലിയ സങ്കടമാണ്. എന്താ സങ്കടം എന്നറിയാവോ? സ്വന്തം അമ്മയെ കർത്താവ് വിശ്വസിക്കുക സ്ത്രീയെന്ന് വിളിച്ചു. ഭയങ്കര സങ്കടമാണ്. അതിന്റെ പേരിൽ അവര് ആഴ്ചകളോളം വിഷമിച്ചും പ്രയാസപ്പെട്ടും ഒക്കെ ഇരുന്നിട്ടുണ്ട്. ഭയങ്കര സങ്കടമാണ് അവർക്ക്. എന്താണ്? സ്വന്തം അമ്മയെ കയറി സ്ത്രീയെന്ന് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് ബൈബിള് വായിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ശ്രദ്ധിക്കുക, യോഹന്നാൻ 2-ാം അധ്യായത്തിൽ യേശു മിശിഹ സ്വന്തം അമ്മയെ കണ്ടിട്ട് പറയുകയാണ്, സ്ത്രീയെ സ്ത്രീയെ സ്ത്രീയെ. എന്താ അങ്ങനെ വിളിക്കുന്നത്? ഉൽപ്പത്തി 3:15 പറഞ്ഞ സ്ത്രീയെ, ഉൽപ്പത്തി 3:15 പരിശുദ്ധാത്മാവ് പറഞ്ഞ ആ സ്ത്രീയെ വിളിക്കുകയാണ് കർത്താവ്. ആ സ്ത്രീ നീയാണ്. ആ സ്ത്രീയുടെ സന്തതി ഞാനാണ്. ആ സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തല തകർക്കും, അവൻ എന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. എങ്ങനെയാണ് കുതികാലിൽ പരിക്കേൽപ്പിച്ചത്? അവൻ യേശു മിശിഹായുടെ കൈകാലുകളിൽ ആണിയടിക്കാൻ, യേശുവിനെ പീഡിപ്പിക്കാൻ കാരണമായത് സാത്താനാണ്. അതിന്റെ പിന്നിൽ സാത്താനാണ്. അതാണ് സാത്താൻ ദൈവജനത്തെ അല്ലെ ദൈവത്തിന്റെ മക്കളെ കൊണ്ട് പാപം ചെയ്യിച്ച് ആ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു സഹിക്കുന്നത്. അതുകൊണ്ടാണ് അത് പറയുന്നത്, അവന്റെ കാലിൽ നീ അവന്റെ കാലിൽ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അവന്റെ കാലിൽ ആണിയടിക്കപ്പെട്ടതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കണക്ഷൻ വിട്ടുപോകല്ലേ, എന്റെ കൂടെ വരണേ. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ കർത്താവ് നിങ്ങളുടെ രോഗപീഠകളുടെ മേൽ ഇപ്പോൾ ഇടപെടുന്നുണ്ട്. അങ്ങനെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശക്തമായിട്ട് സ്തുതിച്ചേ ഹല്ലേലൂയാ. ഈശോയെ നന്ദി 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 നന്ദി. ശക്തിയോടെ സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ, ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയെ, ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയെ, ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതിനെ തുറന്ന് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടൊന്ന് കൈയടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഉൽപ്പത്തി 3:15 സ്ത്രീയെ കുറിച്ച് പറയാണ്. ആരാണ് ആ സ്ത്രീ? ആരാണ് ആ സ്ത്രീ? പരിശുദ്ധ കന്യകാ മാതാവാണ് ആ സ്ത്രീ. ആ സ്ത്രീയുടെ സന്തതി, ആ സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച സന്തതി ആരാണത്? യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു പിശാചിന്റെ തല തകർത്തു. അതാണ് കൊളോസോസ് 2:15 നാം വായിക്കുന്നത്. എടുത്തു വായിച്ചേ. കൊളോസോസ് 2:15 പൗലോസ് ലീഗ വ്യക്തമായിട്ട് ദൈവം ചെയ്ത, ഈശോ ചെയ്ത ഈ പ്രവൃത്തിയെ കുറിച്ച് പറയുകയാണ്. കൊളോസോസ് 2:15 എടുത്ത് ഉച്ചത്തി വായിക്ക്. 15 വായിക്ക്. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. പിശാചിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ആധിപത്യങ്ങളെ അധികാരങ്ങളെ അവൻ നിരായുധമാക്കി. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയ മക്കളെ, ഉൽപ്പത്തി 3:15 യേശുക്രിസ്തുവിനെ നമ്മൾ ഇതിനു മുമ്പുണ്ട്. വചനം യേശുക്രിസ്തുവാണ്, അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അതൊക്കെ കുറച്ചുകൂടെ ഗഹനമായ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഒരു പബ്ലിക്കിന് മനസ്സിലാവുന്ന ഭാഗങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉൽപ്പത്തി 1:1 മുതൽ തന്നെ യേശുക്രിസ്തു ഉണ്ട്. പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ വ്യക്തതയോടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഈ രാത്രി ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി 3:15 യേശുക്രിസ്തു തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് യേശുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? അതായത് അനാദി മുതലേ, ആദികാലം മുതലേ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു.
അവൻ ദൈവമായിരുന്നു. അല്ലാതെ ഇന്നലെ പൊട്ടി മുളച്ചതല്ല. ഇന്നലെ പെയ്ത മഴയിൽ മുളച്ചു വന്ന ഒരു പാഴ്ചെടിയല്ല യേശുക്രിസ്തു. അവൻ പ്രപഞ്ചത്തിന്റെ അനാദി മുതലേ ഉണ്ടായിരുന്നു. അവൻ ആ ദൈവത്തോട് കൂടെയായിരുന്നു. അവൻ ദൈവമായിരുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംശയിക്കുന്ന, തർക്കിക്കുന്ന, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന, അത് പറഞ്ഞ ആളുകളെ വഴിതെറ്റിക്കുന്ന വലിയ ചിന്താഗതികൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പ്രിയമക്കളെ, വിശ്വാസത്തോടെ തിരിച്ചറിയണം, ഇന്നലെ പൊട്ടി മുളച്ച ഒരു മനുഷ്യ ജന്മമല്ല യേശുക്രിസ്തു. അവൻ ദൈവമാണ്. അവൻ അനാദി മുതലേ ഉണ്ടായിരുന്നു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ഉൽപ്പത്തിയിൽ വെളിപ്പെട്ട് വരികയാണ്. ഈ പറയുകയാണ്, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. പ്രിയപ്പെട്ട മക്കളെ, ഇനി കുറച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഉൽപ്പത്തിയില് നമ്മൾ കുറച്ചുകൂടെ, ഞാൻ വളരെ വ്യക്തതയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. ഉൽപ്പത്തി 12 ഇസ്രായേൽ ജനതയുടെ ചരിത്രം ആരംഭിക്കുന്നത് അവിടെയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. 70 വയസ്സുള്ള ഒരു മനുഷ്യൻ, എല്ലാം ആരംഭിച്ചത് അയാളിലാണ്. 70 വയസ്സുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, നല്ല വീട്, മാളിക പോലൊരു വീട്, മാതാപിതാക്കന്മാർ, ഭാര്യ, സഹോദരി സഹോദരന്മാർ, കന്നുകാലികൾ, ആടുമാടുകൾ, സമ്പത്ത്, വിഗ്രഹ നിർമ്മാണം എന്ന കുലത്തൊഴിൽ, സമൂഹത്തിൽ മാന്യത, ആരുടെ മുമ്പിലും നിവർന്നു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള അന്തസ്സും ആഭിജാത്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാവ മനുഷ്യൻ. അയാളുടെ പേര് അബ്രാം. വയസ്സ് 70. ഒരു ദിവസം അയാളെ അത്യുന്നതനായ ദൈവം സ്വപ്നത്തിൽ മാടി വിളിക്കുകയാണ്. അബ്രാം, ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം. വീട് വിട്ടിറങ്ങാൻ ദൈവം അയാളെ നിർബന്ധിക്കുകയാണ്. അയാൾ വീട് വിട്ടിറങ്ങുകയാണ്. അങ്ങനെ ഓർക്കാപ്പുറത്ത് ഒരു നാഴിക നേരത്ത് അപ്രതീക്ഷിതമായി ദൈവത്തോട് തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റാതെ വളരെ പെട്ടെന്ന് വീട് വിട്ടിറങ്ങുമ്പോ ഈ മനുഷ്യനോട് ദൈവം പറഞ്ഞിരുന്നത്, ഒരു ദേശം നിനക്ക് അവകാശമായി തരും, കാനാൻ ദേശം നിനക്ക് ഞാൻ അവകാശമായി തരും എന്നാണ് വീട് വിട്ടിറങ്ങുമ്പോൾ ആ 70-കാരനോട് ദൈവം പറഞ്ഞത്. ജീവിതകാലം മുഴുവൻ അയാൾ കൂടാരങ്ങളിൽ താമസിച്ചു എന്ന് പൗലോസ്ലീഹ പറയുന്നു. പിന്നീട് അയാൾ ഒരു വീട് വെച്ചില്ല, വീട് വെക്കാൻ ഒരു പിടി മണ്ണ് അയാൾക്കുണ്ടായില്ല. ഒടുവിൽ അയാൾ തന്റെ വാർദ്ധക്യത്തിൽ അയാൾ തന്റെ ജീവനെ ദൈവത്തിന് സമ്മാനിക്കുമ്പോ, മരണത്തിന് കീഴടങ്ങുമ്പോൾ, ദൈവം അയാൾക്ക് തരുമെന്ന് ദൈവം വാക്ക് കൊടുത്ത കാനാൻ ദേശത്ത് അയാൾക്ക് ആകെ ഉണ്ടായിരുന്നത് മക്പെലായിലെ എഫ്രോണിന്റെ കയ്യിൽ നിന്ന് ഭാര്യയെ അടക്കാൻ വേണ്ടി വിലക്ക് വാങ്ങിച്ച ഒരു ഗുഹ മാത്രമായിരുന്നു. ഒരു ദേശം തരാമെന്ന് പറഞ്ഞാണ് 70-കാരനെ വീട്ടിൽ നിന്ന് ദൈവം ഇറക്കിയത്. നിനക്ക് ഞാൻ ഒരു ദേശം അവകാശമാക്കി തരാം, അങ്ങനെ പറഞ്ഞാ വിളിച്ചിറക്കിയത്. ഒടുവിൽ ഒരു കൂരയോ ഒരു വീടോ തന്റേതായി വെക്കാൻ ഭാഗ്യം കിട്ടാതെ, ഒരു പിടി മണ്ണ് സ്വന്തമാവാതെ, ആകെ ഭാര്യ അടക്കാൻ ശ്മശാന ഭൂമിയായി വാങ്ങിച്ച ഒരു ശവക്കല്ലറ നിൽക്കുന്ന മണ്ണൊഴികെ മറ്റൊന്നും ഈ ഭൂമിയിൽ അവകാശമാക്കാനില്ലാതെ ഒടുവിൽ അയാൾ മരിച്ചു വീണു. നിങ്ങൾ ചിന്തിക്കും, എന്തൊരു ദൈവമാണിത്? നിങ്ങൾ ചിന്തിക്കും, ആ ദൈവം വാക്ക് പാലിച്ചോ? ജീവിതകാലം മുഴുവൻ കൂടാരങ്ങളിൽ താമസിച്ച ആ മനുഷ്യനോട് ദൈവം നീതി പുലർത്തിയോ? 2019 ഫെബ്രുവരി മാസത്തിലെ ഒരു സായാഹ്നത്തിൽ കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്തിരുന്ന് ഈ സന്ധ്യയിൽ നമ്മൾ ആ പേര് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. എബ്രഹാം എന്ന പേര്. ദൈവം വാക്ക് പാലിച്ചോ? ദൈവം വാക്ക് പാലിച്ചോ? പാലിച്ചു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു ദേശം മാത്രമല്ല അയാൾക്ക് അവകാശമായിട്ട് കൊടുത്തത്, നാനാ ദേശങ്ങൾ, ദേശാന്തരങ്ങൾ അയാൾക്ക് അവകാശമായി കൊടുത്തു. അബ്രഹാമിന്റെ പുത്രൻ, ഇസഹാക്കിന്റെ പുത്രൻ, യാക്കോബിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ മക്കളും വിശ്വാസത്തിന്റെ തലതൊട്ടനായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തമായി ഒരു ശവക്കല്ലറ മാത്രം ഉണ്ടായിരുന്ന ഈ മനുഷ്യനെയാണ്, അബ്രഹാം എന്ന ആ മനുഷ്യനെ. ഉൽപ്പത്തി 12 ദൈവം അയാളെ വിളിക്കുന്ന ഭാഗമാണ്. ദൈവം വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്ന ഭാഗമാണ്. ശ്രദ്ധിക്കുക, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം ആ മനുഷ്യനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ദൈവം ഈ മനുഷ്യന് ചില വാഗ്ദാനങ്ങൾ നൽകി. ദൈവം അയാളെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനാക്കി മാറ്റി.
അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രഹാത്തിന് ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ്. അബ്രഹാം ഒരു ബലി അർപ്പിക്കുന്നു. ആ ബലി അർപ്പിക്കുന്ന സമയത്ത് കർത്താവ് ഒരു വെളിപ്പെടുത്തൽ കൊടുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വായിക്കാം, 7 മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങള് വായിക്കാം. അവിടുന്ന് അരുളി ചെയ്തു, ഉച്ചത്തി വായിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാം ഒരു ബലി അർപ്പിച്ചു കഴിയുമ്പോൾ തന്റെ സന്തതി പരമ്പരകളെ ദൈവം അനുഗ്രഹിക്കുമെന്ന ഒരു വാഗ്ദാനം അബ്രഹാമിന് ദൈവം നൽകുകയാണ്. അവിടെ പറയുന്നത്, നിന്റെ സന്താന പരമ്പരകൾക്ക് ഞാൻ ഈ ദേശം അവകാശമായി തരും. ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് ഞാൻ ഈ ദേശം നിന്റെ സന്തതി പരമ്പരകൾക്ക് അവകാശമായിട്ട് തരും. ഉൽപ്പത്തി 15-ൽ ദൈവം പറയുന്നത്, നിന്റെ സന്താന പരമ്പരകൾക്ക് ഞാനിത് തരും, നിന്റെ സന്തതികൾക്ക് ഞാനിത് തരും. ഇങ്ങനെ അബ്രഹാമിന്റെ വിശ്വാസ ജീവിതം കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോ വ്യക്തമായി യേശു ക്രിസ്തു വേദപുസ്തകത്തിന്റെ താളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു സംഭവം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അത് ഉൽപ്പത്തി 22-ൽ നമ്മൾ വായിക്കും. എന്നെ ശ്രദ്ധിക്കുക, ഞാൻ പറയാൻ പോകുന്ന, ഞാൻ വായിക്കാൻ പറയുന്ന ഭാഗം മാത്രം നിങ്ങൾ വായിക്കുക, ബാക്കി എന്നെ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി 12-ൽ ദൈവം അബ്രഹാത്തെ വിളിച്ചു. 15-ൽ അബ്രഹാമുമായി ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ സന്തതി പരമ്പരകൾക്ക് ഞാൻ ഈ ദേശം അവകാശമായി തരും. ഇതെല്ലാം കഴിഞ്ഞ് ഉൽപ്പത്തി 22 എത്തുമ്പോ ഒരു ദിവസം രാത്രിയിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് നീ ഞാൻ കാണിച്ചു തരുന്ന മലയിലേക്ക് പോയി അവനെ ബലി കഴിക്കണം. ഇനി എന്നെ നന്നായി ശ്രദ്ധിക്കണം. യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 1500ഓളം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണിത്. യേശുവിന്റെ ജനനത്തിന് മുമ്പ് ഒരു 1500-ലധികം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണിത്. അബ്രഹാം രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, അബ്രഹാം, നീ നിന്റെ ഓമന മകനെ എനിക്ക് ബലി കഴിക്കണം, ഞാൻ കാണിച്ചു തരുന്ന മലയിൽ കൊണ്ടുപോയി ബലി കഴിക്കണം. ഇത് ചരിത്രത്തിന്റെ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ സംഭവിച്ചതാണ്. ഇനി ഈ സംഭവം കഴിഞ്ഞിട്ട് അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുന്ന ഈ സംഭവം നടന്നിട്ട് 1500 വർഷങ്ങൾ കഴിയുമ്പോ ഇതേ പർവ്വതത്തിൽ, ഇതേ മോറിയ മലയിൽ ഒരമ്മ തന്റെ മകനെയും കൊണ്ട് ഇതുപോലെ ഒരു ബലിക്ക് വേണ്ടി യാത്രയാവും. പരിശുദ്ധ കന്യകാമറിയം യേശുവിനെയും കൊണ്ട് ഒരു യാത്ര പോകും. അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് പോയ അതേ മലയിലേക്ക്, കാൽവരി മല മോറിയ പർവ്വതത്തിൽ തന്നെയാണ്. ശ്രദ്ധിക്കണോ, ഇത് മോറിയ മലയിൽ തന്നെയാണ് കാൽവരി മല. മോറിയ പർവ്വതത്തിന്റെ ഒരു ഭാഗമാണ് ഇസഹാക്കിനെ ബലി കഴിക്കാൻ അബ്രഹാം തിരഞ്ഞെടുത്തത്, അതിന്റെ വേറൊരു ഭാഗമാണ് കാൽവരി മല. രണ്ടും ഒരേ പർവ്വതത്തിൽ തന്നെയാണ്. ഇപ്പൊ ലൊക്കേഷൻ സെയിം. ഇവിടെ അപ്പൻ മകനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുന്നു. 1500 വർഷം കഴിഞ്ഞ് ഒരമ്മ മകന്റെ ബലിക്ക് കൂട്ടുപോകുന്നു. രണ്ടുപേരുടെയും യാത്ര മലമുകളിലേക്കാണ്. രണ്ടുപേരും യാത്ര ചെയ്യുന്നത് ഒരേ മോറിയ പർവ്വതത്തിലേക്കാണ്. ഉൽപ്പത്തി 22-ൽ യേശു പുറത്തു വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുകയാണ്. രണ്ടുപേരും ചുമന്നത് എന്താണ്? ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നേരത്തെയൊക്കെ, ഇസഹാക്ക് ഒരു ചെറിയ കുട്ടിയായിരുന്നു എന്നാണ് എന്റെ വിചാരം. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്.
ഒരു ചെറിയ കുട്ടിയായിരുന്നു, ഒരു കുഞ്ഞായിരുന്നു, ഒരു 10-12 വയസ്സുള്ള ഒരു ബാലനായിരുന്നു ഇസഹാക്ക്. ആ ഇസഹാക്കിനെയും കൊണ്ട് അപ്പം പോയിട്ട് പിടിച്ചു കെട്ടി ബലി കഴിക്കാൻ തുടങ്ങിയതായിരുന്നു എന്റെ വിചാരം. പക്ഷെ ബൈബിള് ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് ഏതാണ്ട് 35 വയസ്സിലധികം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇസഹാക്ക്. ഒത്ത ഒരു ചെറുപ്പക്കാരൻ, ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ ഈ അപ്പനും ഒരു ഒത്ത പൂർണ്ണ വളർച്ചയെത്തിയ മകനും മോറിയ പർവ്വതത്തിലേക്ക് പോവാണ്. മകന്റെ ചുമലിൽ വിറക് കെട്ടുണ്ട്, മരം വെട്ടിക്കീറി ഉണ്ടാക്കിയ വിറക് കെട്ട്. 1500 വർഷം കഴിഞ്ഞ് ഇതേ പർവ്വതത്തിലേക്ക് ഒരമ്മ മകനെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ മകന്റെ തോളിൽ കുരിശുണ്ട്. 2 മരം വെട്ടിക്കീറി ഉണ്ടാക്കിയതാണ്. 2 മരത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് വിറകും കുരിശും. ഇനി ഈ യാത്ര പോകുമ്പോ, യാത്ര ഈ പർവ്വതത്തെ സമീപിക്കാൻ തുടങ്ങുമ്പോ മകൻ ഒരു ചോദ്യം ചോദിക്കുക അപ്പനോട്, അപ്പ തീയുണ്ട്, വിറകുണ്ട്, ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടാണ്? അപ്പൊ അപ്പൻ പറയും, മോനെ അത് ദൈവം തരും. അതേ പർവ്വതത്തിലേക്ക് കുറെ അധികം വർഷങ്ങൾ കഴിഞ്ഞ് യേശുക്രിസ്തു യാത്ര ചെയ്യുമ്പോ ആ മലമുകളിൽ എത്തിക്കഴിയുമ്പോ മകൻ അപ്പനോട് ചോദിക്കാം, അപ്പാ എന്റെ ദൈവമേ നീ പോലും എന്നെ കൈവിട്ടത് എന്താണ്? അതിന് ദൈവം മറുപടി കൊടുക്കില്ല. ഇനി രണ്ടുപേരുടെ യാത്ര മലമുകളിൽ അവസാനിച്ചു. അവർ എന്താണോ ചുമന്നുകൊണ്ട് വന്നത് അതിന്റെ മീതെ അവരെ പിടിച്ചു കെട്ടി. ഇസഹാക്ക് അബ്രഹാമിന്റെ നിർബന്ധം കൊണ്ട് ബലിപീഠത്തിൽ പിടിച്ച് കെട്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇസഹാക്ക് സ്വമനസാലയാണ് അപ്പ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഇസഹാക്ക് സമ്മതിക്കാണ്, എന്നെ കൊന്നോളൂ. അതുപോലെ സ്വമനസാലയാണ് യേശുക്രിസ്തു കുരിശിന്റെ മീതെ അവൻ കൈകാലുകൾ വിരിച്ച് കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 2 യാത്ര തമ്മിൽ നിങ്ങൾക്ക് ഒരു സാദൃശ്യം, ഒരു സമാന്തരത കാണാൻ പറ്റുന്നുണ്ടോ? ഇസഹാക്ക് യേശുക്രിസ്തുവിന്റെ നിഴലായിരുന്നു. ഇസഹാക്ക് യേശുക്രിസ്തുവിന്റെ ഷാഡോ, യേശുക്രിസ്തുവിന്റെ ടൈപ്പ്, യേശുക്രിസ്തുവിന്റെ സിമ്പൽ. അബ്രഹാം ഇസഹാക്കിനെ കൊണ്ടുപോകുന്നത് പോലെ യേശുക്രിസ്തുവിനെ അമ്മ കാൽവരി മലയിലേക്ക് കൊണ്ടുപോയ ആ യാത്ര. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ചെന്ന് കഴിയുമ്പോ ഈ 2 സംഭവങ്ങൾക്കിടയിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താണ് ആ വ്യത്യാസം? വ്യത്യാസം ഇതാണ്: അബ്രഹാം കത്തി കയ്യിലെടുത്ത് കണ്ണുപൂട്ടി കിടക്കുന്ന മകന്റെ കഴുത്തിന് നേരെ ഇങ്ങനെ വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുക, എന്റെ കൈ ശ്രദ്ധിക്കുക, ഇത് ഇങ്ങനെ നിൽക്കുകയാണ്, വെട്ടാൻ പോവാണ്. അങ്ങനെ വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഈ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചു, ഇങ്ങനെ വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു യഹൂദ വനിത, ഒരു യഹൂദ ഭക്തയായ ഒരു യഹൂദ സ്ത്രീ എന്ന നിലയിൽ പരിശുദ്ധ അമ്മയ്ക്ക് മോറിയ പർവ്വതത്തിന്റെ മുകളിൽ കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ തുടങ്ങിയ ആ സംഭവം ഓർമ്മയുണ്ട്. അതുകൊണ്ട് ആ അമ്മ ഇങ്ങനെ കണ്ണ് ഇറുകെ പൂട്ടി ഇങ്ങനെ നിന്നു. എന്നിട്ട് മനസ്സിന്റെ അടരുകൾക്കടിയിൽ, അബോധത്തിന്റെ അടരുകൾക്കടിയിൽ ഒരു കാഴ്ച ഇങ്ങനെ കയറി വന്നു. ഇസഹാക്കിന്റെ കഴുത്തിന് നേരെ കത്തി ഇങ്ങനെ ആഞ്ഞു വീശുന്ന നേരത്ത് ഒരു ദൈവദൂതൻ വന്നിട്ട് അബ്രഹാമിന്റെ കയ്യിൽ ഒരൊറ്റ പിടുത്തം പിടിച്ചു. തൊട്ടുപോരുതെന്ന് പറഞ്ഞു. തുടരുത്, മകന്റെ മേൽ കത്തി വെക്കരുത്. ഇങ്ങനെ കണ്ണ് ഇറുകെ പൂട്ടി ചങ്ക് വിട്ട് നിൽക്കുന്ന ഒരമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അബ്രഹാമിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ. അബ്രഹാമിന്റെ കയ്യിൽ കടന്നു പിടിച്ച ആ ദൂതൻ ഇപ്പൊ വരണം. ഇവിടെ അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിച്ച അതേ സ്ഥലത്തിന്റെ തൊട്ടുമാറി മറ്റൊരു കുന്നിൽ ഉയർത്തപ്പെടാൻ പോകുന്ന ഒരു കുരിശ് അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോ എന്റെ മകനെ അതിലേക്ക് ചേർത്ത് വെച്ചിട്ട് അവന്റെ കൈയും കാലും വലിച്ചു നീട്ടിയിട്ട് അവന്റെ കൈത്തണ്ടയിലേക്ക് ഒരു 5 ഇഞ്ചിന്റെ നീളമുള്ള ആണി ഇങ്ങനെ വെച്ചിട്ട് ദേ ഇപ്പൊ ഒരു പടയാളി, എന്നെ ശ്രദ്ധിക്കുക, ദേ ഇങ്ങനെ നിൽപ്പുണ്ട്. ബോഡി ലാംഗ്വേജ് ഇസ് ദ സെയിം, ശരീരഭാഷ ഒന്നുപോലെ തന്നെയാണ്. അബ്രഹാം ഇങ്ങനെ വെട്ടാൻ നിന്നതുപോലെ ഒരു പടയാളി ഇങ്ങനെ അടിക്കാൻ നിൽപ്പുണ്ട് ചുറ്റികയായിട്ട്. കണ്ണിറുകെ പൂട്ടി ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് ഒരു അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അബ്രഹാമിന്റെ കയ്യിൽ കടന്നു പിടിച്ച ദൈവദൂതൻ ഇപ്പോൾ ഈ മോറിയ മലയിലേക്ക് ഇറങ്ങി വരുമായിരിക്കും. പക്ഷേ ഒരമ്മയുടെ മുഴുവൻ പ്രാർത്ഥനകളെയും വിഫലമാക്കിക്കൊണ്ട്
ഒരു ദൂതന്റെ ചിറകൊച്ച ആ മലമുകളിൽ മുഴങ്ങിക്കിട്ടില്ല. ഒരു ദൂതനും കാൽവരി മലയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അവർ സ്വർഗത്തിൽ കണ്ണ് പൊത്തി, ചിറക് കൊണ്ട് അവർ കണ്ണ് പൊത്തി. രക്ഷകന്റെ കൈകളിൽ ആണിയടിക്കുന്നത് കാണാനാവാതെ അവർ ചിറക് കൊണ്ട് അവരുടെ കണ്ണ് പൊത്തി. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ദൂതൻ പറയുകയാണ്, തൊട്ടുപോകരുത്, ഇസഹാക്കിനെ വെറുതെ വിട്. വെറുതെ വിടുക എന്ന് പറയുമ്പോ അബ്രഹാം ചോദിച്ചു, അപ്പോൾ ഞാൻ എന്തിനെയാണ് ബലിയർപ്പിക്കേണ്ടത്? അപ്പൊ ദൈവം പറഞ്ഞു, തിരിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞു. അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോ ശ്രദ്ധിക്കുക, നിങ്ങൾ ആ ഭാഗം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കാമോ? ഉൽപ്പത്തി 22 അബ്രഹാം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് 13-ാമത്തെ വാക്യം, ഉൽപ്പത്തി 22:13 ഉറക്കെ വായിക്കാമോ? അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ ആ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ. എന്നെ ശ്രദ്ധിക്കാമോ? മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ അബ്രഹാം ചോദിച്ചു, ഇസഹാക്കിനെ ശ്രദ്ധിക്കണം. അബ്രഹാം ചോദിച്ചു, ഇസഹാക്കിനെ ബലി കഴിക്കുന്നില്ല, ഫൈൻ. ഇസഹാക്കിനെ വെറുതെ വിട്ടു, ഫൈൻ. ഇസഹാക്കിനെ കൊല്ലണ്ട, ആശ്വാസം. പക്ഷെ ആര് ബലി അർപ്പിക്കും? ഈ ബലി ആര് പൂർത്തിയാക്കും? ആരിതിന് പകരം ബലിയാവും? മാനവരാശിയുടെ റെപ്രസെന്റേറ്റീവാണ് ഇസഹാക്ക്. പാപം ചെയ്ത് തകർന്നു പോയ ഒരു മനുഷ്യരാശിയുടെ പ്രതിനിധിയാണ്, പ്രതീകമാണ് ഇസഹാക്ക്. ബലി നടക്കണം, മോറിയ പർവ്വതത്തിന്റെ മുകളിൽ ബലി നടക്കണം. അബ്രഹാം ചോദിച്ചു, അപ്പാ, പിതാവേ, ദൈവമേ, ബലി നടത്തണം. ഞാൻ എന്റെ മകനെ ബലി കഴിക്കാൻ വന്നതാണ്, പക്ഷെ നീ പറയുന്നു മകനെ ബലി കഴിക്കണ്ട. എനിക്ക് ആശ്വാസമായി, പക്ഷെ ആരെ ബലി കഴിക്കും? ദൈവം പറഞ്ഞു, തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്ക് നീ. കാലത്തിന്റെ പിന്നാമ്പുറത്തേക്കല്ല, കാലത്തിന്റെ വരും കാലത്തിലേക്ക് നീ ഒന്ന് എത്തി നോക്ക്. അങ്ങനെ അബ്രഹാം എത്തി നോക്കിയപ്പോ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കണ്ടു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ മോറിയ പർവ്വതത്തിന്റെ മുകളിൽ മുൾക്കിരീടം തറച്ചു നിന്ന ഒരു കുഞ്ഞാടിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മുൾക്കിരീടം തറച്ചു നിന്നൊരു കുഞ്ഞാടിനെ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഉൽപ്പത്തി 22 നിന്ന് ഇതാ യേശു ക്രിസ്തു പുറത്തു വരുന്നു, മുൾക്കിരീടം തറച്ച് പുറത്തു വരുന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസഹാക്കിന് പകരം മുൾക്കിരീടം തറച്ച മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടന്നൊരു കുഞ്ഞാട്. ഈ കുഞ്ഞാടിനെ പ്രവചനത്തിൽ, ദർശനത്തിൽ കണ്ട സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒന്ന് എഴുന്നേറ്റേ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു പഴയ നിയമത്തിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. നമ്മൾ പഴയ നിയമത്തിലെ ചില സംഭവങ്ങൾ എടുത്തിട്ട് യേശു ക്രിസ്തുവിനെ അതിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇന്നലെ മുളച്ച തകരയല്ല ക്രിസ്തു. ഇന്നലെ എഴുന്നേറ്റ് വന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവല്ല ക്രിസ്തു. ഇന്നലെ ഒരു മറിയം എന്ന സ്ത്രീ, ചില കഥകളുണ്ട്, റോമൻ പട്ടാളത്തിന് ഉണ്ടായ ഒരു അവീത ബന്ധത്തിൽ നിന്ന് പിറന്ന ആളാണ് ക്രിസ്തു എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്നും ഭൂമിയിലുണ്ട്. അങ്ങനെ ഉണ്ടായതല്ല ക്രിസ്തു. മറിയത്തിന് പറ്റിയ കയ്യബദ്ധമല്ല ക്രിസ്തു. ഇന്നലെ പൊട്ടിമുളച്ച ഒരു പാഴ്ചെടിയല്ല ക്രിസ്തു. ക്രിസ്തു ഉൽപ്പത്തി മുതൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു തിരുവെഴുത്തിന്റെ താളുകളിൽ മറഞ്ഞു കിടന്നവൻ 2000 വർഷം മുമ്പ് മനുഷ്യാവതാരം എടുത്ത് മറനീക്കി വെളി വന്നേ ഉള്ളൂ. അവൻ ഇന്നലെ ഉണ്ടായവനല്ല, പണ്ടേ ഉണ്ടായിരുന്നവനാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അതിശക്തിയോടെ, വലിയ ഹൃദയ വേദനയോടെ യേശുക്രിസ്തുവിനെ കണ്ടെത്താൻ കൃപ നിറയണേ എന്ന് ആഗ്രഹിച്ച് അതിനെ തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിനെ തുറന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഈശോയെ നന്ദി, 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 നന്ദി. ശക്തിയോടെ സ്തുതിക്കട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിച്ച്
യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം, യേശുവിൻ രക്തത്താൽ അഭിഷേകം, വിശുദ്ധ രക്തത്താൽ അഭിഷേകം, സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം, സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. കഴുകണമേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം, യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം, സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം, സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. കഴുകണമേ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, കഴുകണമേ, തിരുരക്തത്താൽ എന്നെ വിളിക്കുന്നു. കരങ്ങളടിച്ച് ഹൃദയമങ്ങ് കഴുകണമേ, മുറിവുകളങ്ങ് ഉണക്കണമേ, ഹൃദയമങ്ങ് കഴുകണമേ, മുറിവുകളങ്ങ് ഉണക്കണമേ, എന്നാത്മമങ്ങ് കഴുകണമേ, എൻ പാപമെല്ലാം മാറ്റണമേ, എന്നാത്മമങ്ങ് കഴുകണമേ, എൻ പാപമെല്ലാം മാറ്റണമേ, കഴുകണമേ, കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, 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 തിരുരക്തത്താൽ എന്നെ കഴുകണമേ, 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 തിരുരക്തത്താൽ എന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സോയേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സോയ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹൃദയം തുറന്ന് ഹല്ലേലൂയ ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. വേഗത്തിലിരുന്നേ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ മറ്റൊരു നിഴൽ നമ്മൾ കണ്ടെത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ഒരു സാദൃശ്യത്തെ നമ്മൾ കണ്ടെത്തുകയാണ്. അദ്ദേഹം പൂർവ്വ യൗസേപ്പാണ്. പൂർവ്വ യൗസേപ്പ് യേശുവിന്റെ പ്രതീകമായിരുന്നു, അടയാളമായിരുന്നു, ടൈപ്പായിരുന്നു. യേശുക്രിസ്തുവിന്റെ പ്രതീകം, നിഴൽ. നമ്മൾ വേഗത്തിൽ ഇത് പറഞ്ഞു പോവുകയാണ്. 12 സഹോദരന്മാർ, 12 മക്കൾ, അതിലെ 11-ാമത്തവൻ. പിതാവിന് അവനോടായിരുന്നു വാത്സല്യം. പിതാവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മകനായിരുന്നു ജോസഫ്. ദൈവപിതാവിന്റെ വത്സലപുത്രനാണ് യേശു ക്രിസ്തു.
പിതാവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന പുത്രനെ മറ്റ് സഹോദരന്മാർ വെറുത്തു. യേശുവിനെ അവൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാർ, ദൈവപിതാവിന്റെ മറ്റു മക്കൾ അവനെ വെറുത്തു. അവരവനെ വെറുത്ത് അവനെ വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുത്തു, മെതിയാൻകാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ ജനത യേശുക്രിസ്തുവിനെ റോമൻ പട്ടാളത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവനെ കാരാഗ്രഹത്തിലിട്ടു. യേശുവിനെ കാരാഗ്രഹത്തിൽ, ജോസഫിനെ കാരാഗ്രഹത്തിലിട്ടു, യേശുവിനെ കാരാഗ്രഹത്തിലിട്ടു. കാരാഗ്രഹത്തിൽ ജോസഫിന്റെ കൂടെ ഒരു പാനപാത്രവാഹകനുണ്ട്, ഒരു കുറ്റവാളിയുണ്ട്, ഒരു ഭക്ഷണ വിചാരിപ്പുകാരനുണ്ട്, മറ്റൊരു കുറ്റവാളിയുണ്ട്. ജോസഫിന്റെ കൂടെ അവന് കൂട്ടുകാരായി അവൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ 2 കുറ്റവാളികൾ ജോസഫിന് കൂട്ടിനുണ്ട്. യേശുക്രിസ്തു കുരിശി കിടക്കുമ്പോ അവന്റെ ഇടത്തും വലത്തും 2 കുറ്റവാളികൾ യേശുവിനും കൂട്ടിനുണ്ട്. ജോസഫിന്റെ കൂട്ടിനുണ്ടായിരുന്ന പാനപാത്രവാഹകൻ രക്ഷപ്പെട്ടു. ഭക്ഷണ വിചാരിപ്പുകാരനെ രാജാവ് തൂക്കിലേറ്റി. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുറ്റവാളി അവന്റെ പാപത്തിൽ തന്നെ മരിച്ചു. മറ്റേയാളെ കർത്താവ് പറുദീസായിലേക്ക് രക്ഷപ്പെടുത്തി. ജോസഫിനെ സഹോദരന്മാർ 20 വെള്ളി നാണയത്തിന് വിറ്റു. അതൊരു അടിമയുടെ അക്കാലത്തെ കൂലിയാണ്. യേശുവിനെ യഹൂദന്മാർ, യൂദാസ് 30 വെള്ളി നാണയത്തിന് വിറ്റു. അത് യേശുവിന്റെ കാലത്തെ ഒരു അടിമയുടെ കൂലിയാണ്. ഒരു അടിമയുടെ പ്രതിഫലത്തിന്, ഒരു അടിമയുടെ വിലക്ക് ജോസഫിനെയും വിറ്റു, യേശുവിനെയും വിറ്റു. ജോസഫ് സഹോദരന്മാരാൽ വെറുക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവയെല്ലാം അതിജീവിച്ച് അവൻ ഈജിപ്തിലെ ഭരണാധികാരിയായി മാറി. യേശുക്രിസ്തു കുരിശുമരണവും പീഡാനുഭവത്തെയും അതിജീവിച്ച് ദൈവപിതാവിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു. ആദ്യകാലത്ത് ജോസഫിനെ അംഗീകരിക്കാതിരുന്ന സഹോദരന്മാർ അവൻ ഭരണാധികാരിയായി ഉയർത്തപ്പെട്ടപ്പോ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചു. ആദ്യകാലത്ത് യേശുവിനെ തിരസ്കരിച്ച് കുരിശിലേറ്റിയ യഹൂദന്മാർ അവൻ ഉത്ഥാനം ചെയ്തതിനു ശേഷം അനേക യഹൂദന്മാർ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞു, അംഗീകരിച്ചു. ജോസഫ് യേശുക്രിസ്തുവിന്റെ നിഴലായിരുന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, അതിനെ തുറന്ന് ഹല്ലേലൂയാ. ഇനിയും വളരെ വ്യക്തതയോടെ യേശുക്രിസ്തുവിനെ ബൈബിളിന്റെ താളുകളിൽ നിന്ന് കണ്ടെത്തുന്ന മറ്റൊരു ഭാഗമാണ് പുറപ്പാട് പുസ്തകം. പുറപ്പാട് പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 12-13 അധ്യായങ്ങളിൽ വിവരിക്കുന്ന പെസഹ തിരുനാൾ ശ്രദ്ധിക്കുക. പഴയ നിയമത്തിൽ നിന്ന് യേശുക്രിസ്തു വെളിച്ചത്തോടെ പുറത്തു വരുന്ന വചനഭാഗങ്ങൾ നമ്മൾ വായിച്ചു പോവുകയാണ്. അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് പുറപ്പാട് പുസ്തകം 12-13 അധ്യായങ്ങളിൽ വിവരിക്കുന്ന പെസഹ ആചരണം. മോശ യേശുക്രിസ്തുവിന്റെ നിഴലായിരുന്നു. എങ്ങനെയാണത് ശ്രദ്ധിക്കുക. മോശയുടെ ജനന വാർത്ത അറിയുമ്പോ ആ കാലഘട്ടത്തിലെ ഭരണാധികാരി അവന്റെ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ ഉത്തരവിട്ടു. യേശു ജനിച്ചു എന്ന വാർത്ത അറിയുമ്പോ ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയായ ഹെറോദേസ് അവന്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയാൻ ഉത്തരവിട്ടു. മോശ സീനായി മലയുടെ മുകളിൽ നിന്ന് പഴയ നിയമത്തിന്റെ കൽപ്പനകൾ വാങ്ങി. മോശ മറ്റൊരു മലമുകളിൽ നിന്ന് പുതിയ നിയമത്തിന്റെ കൽപ്പനയായ ഗിരിപ്രഭാഷണവുമായി ഇറങ്ങി വന്നു. മോശ ഈജിപ്തിൽ അത്ഭുതങ്ങൾ കാണിക്കുമ്പോ അവൻ നൈൽ നദിയിലെ വെള്ളത്തെ രക്തമാക്കി മാറ്റി. യേശുക്രിസ്തു പ്രവർത്തിച്ച ആദ്യത്തെ അടയാളം അവൻ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. അവസാനത്തെ അടയാളം ഈ വീഞ്ഞിനെ അവൻ രക്തമാക്കി മാറ്റി. ഇങ്ങനെ മോശയും യേശുവും തമ്മിൽ ഒത്തിരി സമാന്തരങ്ങളുണ്ട്, സാദൃശ്യങ്ങളുണ്ട്. അതിലേക്ക് പോകുന്നില്ല. മറിച്ച് പെസഹ തിരുനാൾ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത പുറത്തേക്ക് വരികയാണ്. 9 മഹാമാരികൾ ഈജിപ്തിൽ സംഭവിച്ചു. എന്നിട്ടും ഫറവോയുടെ മനസ്സ് മാറിയില്ല. ഫറവോ കഠിന ഹൃദയനായി ഇസ്രായേൽ മക്കളെ വിട്ടുകൊടുക്കാൻ മടി കാണിച്ച് കഠിന ഹൃദയനായിരിക്കുമ്പോ ദൈവം പറഞ്ഞു, ഇതാ 10ാമത്തെ മഹാമാരി കടന്നു പോകും. ഈജിപ്തിനെ സംഹാര ദൂതൻ ഈജിപ്തിലെ ആദിജാതന്മാരെ സംഹരിക്കും. ആദിജാതനരൊക്കെയും സംഹരിക്കപ്പെടുന്ന ആ രാത്രിയിൽ ഇസ്രായേൽ കുടുംബങ്ങളിലെ ആദ്യജാതന്മാർ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം മോശയോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ 1 വയസ്സുള്ള കളങ്കമില്ലാത്ത ഒരു കുഞ്ഞാടിനെ കൊല്ലണം. ഓരോരുത്തരും ഓരോ വീട്ടിലും ഓരോ ആടിനെ കൊല്ലണം. നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോ വീട്ടിലും ഓരോ ആടിനെ കൊല്ലണം. കുടുംബാംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ഒരാടിനെ കൊല്ലണം. എന്നിട്ട് ആ ആടിന്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കണം.
ആ ആടിന്റെ രക്തം നിങ്ങളുടെ കട്ടളപ്പടിയിലും പടിവാതിക്കലും തളിക്കണം. നിങ്ങൾ ആടിന്റെ മാംസം ഭക്ഷിക്കുകയും രക്തം തളിക്കുകയും ചെയ്താൽ സംഹാരദൂതൻ നിങ്ങളെ കടന്നു പോകും, നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കില്ല, നിങ്ങളുടെ ജീവൻ എടുക്കില്ല, നിങ്ങളുടെ ജീവൻ നിലനിൽക്കും. ഇങ്ങനെ ശ്രദ്ധിക്കുക, ഇങ്ങനെ പെസഹ തിരുനാളിന് ഉച്ചയ്ക്ക് 3 മണിക്ക് എല്ലാ വീട്ടിലും ഒരാടിനെ കൊല്ലുന്ന പതിവുണ്ടായിരുന്നു. സീനായി മലയിൽ ജനമെത്തി കാളക്കുട്ടിയെ ആരാധിക്കുന്നത് വരെ, കാളക്കുട്ടിയെ ആരാധിക്കുന്നത് വരെ എല്ലാ വീട്ടിലും ഓരോ കുടുംബനാഥൻ കുടുംബാംഗങ്ങളുടെ എണ്ണം അനുസരിച്ച്, എണ്ണം കുറവാണെങ്കിൽ അടുത്ത വീട്ടിലെ ആളെ കൂട്ടി ഒരാടിനെ കൊല്ലും. എന്നിട്ട് ആടിന്റെ മാംസം ഭക്ഷിക്കും. കൈപ്പിലകൾ കൂട്ടി പുളിപ്പില്ലാത്ത അപ്പം ചേർത്ത് ഈ മാംസം ഭക്ഷിക്കും. എന്നിട്ട് ഈ കുഞ്ഞാടിന്റെ രക്തം കട്ടളപ്പടിയിൽ തളിക്കും. ഇതായിരുന്നു പെസഹ. ശ്രദ്ധിക്കുക, സീനായി മലയുടെ താഴ്വാരത്തിൽ വെച്ച് പുറപ്പാട് 17-ാം അധ്യായത്തിൽ കാളക്കുട്ടിയെ ആരാധിച്ച് കഴിയുമ്പോ, ശ്രദ്ധിച്ചിരുന്നാ മതി, കാളക്കുട്ടിയെ ആരാധിച്ച് കഴിയുമ്പോ ദൈവം ഇസ്രായേൽക്കാരുടെ പെസഹ തിരുനാളിന്റെ ക്രമം മാറ്റി. പിന്നീട് പെസഹ തിരുനാളിന് അവർ കാനാൻ ദേശത്തെത്തി ദേവാലയമൊക്കെ പണിഞ്ഞു കഴിയുമ്പോ പിന്നീട് ദേവാലയത്തിലാണ് ആടുകളെ കൊല്ലുന്നത്, വീടുകളിലല്ല. ദേവാലയത്തിൽ ആടുകളെ കൊല്ലും. യേശുവിന്റെ കാലത്ത് ഒരു പെസഹ തിരുനാളിന് നട്ടുച്ചയ്ക്ക് 3 മണിക്ക് 2 ലക്ഷത്തോളം ആടുകളെ കൊല്ലുമായിരുന്നു. ഏതാണ്ട് 2 ലക്ഷത്തോളം ആടുകളെ കൊല്ലുന്ന പെസഹ തിരുനാളിന്റെ ഉച്ചയ്ക്ക് 3 മണിക്ക്, പ്രിയപ്പെട്ടവരെ, ആ പെസഹായുടെ ഉച്ചയ്ക്ക് 3 മണിക്ക് കർത്താവായ യേശു ക്രിസ്തു എന്ന കുഞ്ഞാട് കുരിശിൽ